إلهي داعي الله 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 ما لنا مولا سوى الله. السلام عليكم ورحمة الله وبركاته. നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥ എന്നതാണ്. ധനസമ്പാദനത്തിന്റെ വഴികൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അതിൽ അനുവദനീയമായ മാർഗം ഏതാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗം ഏതാണ് എന്ന് വളരെ വ്യക്തമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. സമ്പാദിക്കുന്ന സമ്പത്ത് ചെലവഴിക്കേണ്ട വഴികൾ ഏതെല്ലാം എന്നും പ്രവാചകൻ പ്രതിപാദിക്കാതെ കടന്നുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാലികമായി ഹലാലിനും ഹറാമിനും, ഹലാല് ഹറാമ് എന്ന വിഷയത്തിന് യാതൊരു പരിഗണനയും നൽകപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ സമ്പാദിക്കണമെന്നല്ലാതെ അത് അല്ലാഹു അനുവദിച്ച മാർഗത്തിലാകണമെന്ന് യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ സമ്പാദിച്ച സമ്പാദനം, സമ്പാദിച്ച സമ്പത്ത് തോന്നിയതുപോലെ ഇഷ്ടമുള്ള വഴികളിൽ ചെലവഴിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹു അനുവദിച്ച സമ്പാദനത്തിന്റെ വഴികൾ ഏതെല്ലാമാണ്, അല്ലാഹു നിരോധിച്ച സമ്പാദനത്തിന്റെ വഴികൾ ഏതെല്ലാമാണ്, അല്ലാഹു നിരുത്സാഹപ്പെടുത്തിയത് ഏതാണ്, സമ്പാദിച്ച സമ്പത്ത് ചെലവഴിക്കേണ്ട വഴികൾ ഏതാണ്, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് കാലികമായി വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പാദിക്കാൻ കൽപ്പിച്ച മാർഗത്തിലൂടെ ഹലാലായ സമ്പാദനം നടത്തുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യത്തെ മനുഷ്യൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ നിന്നവർ രണ്ടുപേരെയും ഭൂമിയിലേക്ക് അല്ലാഹു ബഹിഷ്കൃതരാക്കി. ഭൂമിയിലേക്ക് ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ പണത്തിന്റെ കെട്ടുമായി അവർ കടന്നു വന്നിട്ടില്ല. ഭൂമിയിലേക്ക് അല്ലാഹു അവരെ പറഞ്ഞയച്ചപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും അല്ലാഹു ഭൂമിയിൽ ചെയ്തു വച്ചിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാക്കും ഖിയാമത്ത് നാൾ വരെ അവരുടെ തലമുറയിലൂടെ ലോകത്ത് കടന്നു വരാനുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിക്കാനുള്ള സംവിധാനം അല്ലാഹു ഭൂമിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങളിലൂടെ അല്ലാഹു കൽപ്പിച്ച ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് ജീവിക്കുവാനാണ് അല്ലാഹു പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വലഖദ് മക്കന്നാകും ഫിൽ അർദ് വജഅൽനാ ലകും ഫീഹാ മആയിഷ് ഖലീലൻ മാ തശ്കുറൂൻ. ഓ മനുഷ്യരെ, വലഖദ് മക്കന്നാകും ഫിൽ അർദ്, ഭൂമിയെ നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നു. ഭൂമിയിൽ നിങ്ങൾക്ക് വസിക്കാനുള്ള ഭൂമി നിങ്ങൾക്ക് വസിക്കാനുള്ള സ്ഥലമായി നിങ്ങൾക്ക് നാം സൗകര്യപ്പെടുത്തി തന്നു. എന്നിട്ടോ വജഅൽനാകും ഫീഹാ മആയിഷ്, നിങ്ങൾക്ക് ഉപജീവനത്തുള്ള മാർഗവും അല്ലാഹു ഭൂമിയിൽ തന്നെ നിശ്ചയിച്ചു. വിശുദ്ധ ഖുർആന്റെ ശൈലി ശ്രദ്ധിക്കണം എന്റെ സഹോദര. വലഖദ് മക്കന്നാകും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു തന്നു. ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. വജഅൽനാ ലകും ഫീഹാ മആയിഷ്, ഭൂമിയിലേക്ക് വെറുതെ നിങ്ങളെ അങ്ങ് തള്ളിവിട്ടതല്ല. വജഅൽനാകും ഫീഹാ മആയിഷ്, മനുഷ്യനവന്റെ ജീവിതം നിലനിർത്തുവാൻ ആഹാരം വേണം. മനുഷ്യനവന്റെ ജീവൻ നിലനിർത്തുവാൻ ഭക്ഷണം വേണം, വെള്ളം വേണം. അവനതിനാവശ്യമായ ഭക്ഷണം ശേഖരിക്കാനുള്ള സംവിധാനവും
വജഅൽനാഹാ ലകും ഫീഹാ മആയിഷ്. ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഉപജീവന മാർഗവും നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നു. ഖലീലൻ മാ തശ്കുറൂൻ. പക്ഷേ നിങ്ങളിൽ നന്ദി രേഖപ്പെടുത്തുന്നവർ വളരെ കുറവാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചുവിട്ട മനുഷ്യനോട് അല്ലാഹു തന്റെ ഭൂമിയിൽ നിന്ന് തന്നെ ഉപജീവന മാർഗം തേടി അധ്വാനിച്ച് അല്ലാഹുവിന്റെ വഴിയിലൂടെ സമ്പാദിക്കുവാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. മറ്റൊരായത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. വൽഅർള മദദ്നാഹാ വൽഖൈനാ ഫീഹാ റവാസി വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ശൗസിൻ മിൻ കുല്ലി ശൈഇൻ മൗസൂൻ വജഅൽനാ ലകും ഫീഹാ മആയിഷ് വമൻ ലസ്തും ലഹു ബിറാസിഖീൻ വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദറിൻ മഅലൂം. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വൽഅർള മദദ്നാഹാ, ഭൂമിയെ നമ്മൾ നീട്ടിത്തന്നു, നിങ്ങൾക്ക് ഉരുണ്ട് കിടക്കുന്ന ഭൂമിയെ നിങ്ങൾക്ക് പരത്തിത്തന്നു. വൽഖൈനാ ഫീഹാ റവാസി, ആ ഭൂമി ചാഞ്ചാടാതിരിക്കുവാൻ, വെള്ളത്തിൽ നിൽക്കുന്ന ഭൂമി ചാഞ്ചാടാതിരിക്കുവാൻ, ഇളകി മറിയാതിരിക്കുവാൻ. വൽഖൈനാ ഫീഹാ റവാസി, ആ ഭൂമിയുടെ മുകളിൽ നമ്മൾ പർവ്വതങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണം എന്റെ സഹോദര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് ജനിച്ചുപോയ ഒരു മനുഷ്യനും വാദമില്ലാത്ത സംഗതിയാണ് അല്ലാഹു വാദിക്കുന്നത്. അതിന്റെ അവകാശി ഞാനാണെന്ന് അല്ലാഹു സമർത്ഥിച്ചുകൊണ്ട് അതിനുശേഷം ചില സംഗതികൾ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വൽഅർള മദദ്നാഹാ, ഭൂമിയെ നിങ്ങൾക്ക് നാം വിശാലമാക്കി പരത്തി തന്നു. എന്നിട്ടോ വൽഖൈനാ ഫീ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഭൂമിയെ നിങ്ങൾക്ക് നാം പരത്തി തന്നുവെന്ന് പറഞ്ഞാൽ കൊതേരിക്കാരന് അധ്വാനിച്ച് ജീവിക്കാൻ കൊതേരിയെ മാത്രമല്ല അല്ലാഹു മനുഷ്യ നമുക്ക് സൗകര്യപ്പെടുത്തി തന്നത്. കൊതേരിയിലുള്ളവർ കുവൈത്തിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുണ്ട്. വൽഅർള മദദ്നാഹാ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിന്റെ ബാഹ്യമായ അർത്ഥത്തിനപ്പുറമുള്ള ആന്തരികമായ അർത്ഥത്തിലേക്കാണ് ഞാൻ സൂചിപ്പിച്ചത്. വൽഅർള മദദ്നാഹാ, ഭൂമിയെ നാം നിങ്ങൾക്ക് പരത്തി തന്നു. വൽഖൈനാ ഫീഹാ റവാസി, ആ ഭൂമി ചാഞ്ചാടി പോകാതിരിക്കുവാൻ വേണ്ടി അതിൽ പർവ്വതങ്ങൾ നമ്മൾ വെക്കുകയും ചെയ്തു. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ശൈഇൻ മൗസൂൻ, ആ ഭൂമിയിൽ എല്ലാ വസ്തുക്കളും നമ്മൾ മുളപ്പിക്കുകയും ചെയ്തു. എല്ലാം എങ്ങനെ? അളവ് നിർണയിക്കപ്പെട്ടതായാണ് നമ്മൾ മുളപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം എന്റെ സഹോദര. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ശൈഇൻ മൗസൂൻ, എല്ലാ വസ്തുക്കളും അളവ് നിർണയിക്കപ്പെട്ടതായി നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൊണ്ടുപോയി ചാടാൻ, കളയാൻ ഭക്ഷണ സാധനങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. നല്ല പോലെ ശ്രദ്ധിക്കണം എന്റെ സഹോദരിമാർ. ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാവൂ. കൊണ്ടുപോയി തള്ളിക്കളയാനുള്ള ഭക്ഷണം അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ കൊണ്ടുപോയി വേസ്റ്റാകുന്ന ഭക്ഷണം ഭൂമി ലോകത്ത് വേറെ ആരോ ആ ഭക്ഷണത്തിനായി പട്ടിണി കിടക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആന്റെ സൂചന പോലും. വളരെ മുഅ്മിൻ വളരെ കാര്യഗൗരവത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ വസ്തുക്കളും അളവ് നിർണയിക്കപ്പെട്ടാണ് അല്ലാഹു ഭൂമിയിൽ മുളപ്പിച്ചിരിക്കുന്നത്. വജഅൽനാ ലകും ഫീഹാ മആയിഷ്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഉപജീവനത്തിലുള്ള മാർഗവും അല്ലാഹു ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, ഈ ഭൂമിയിൽ നിങ്ങളല്ലാതെ
മറ്റൊരുപാട് ജീവജാലങ്ങളുണ്ട് ഭക്ഷണം കഴിച്ചു കഴിയുന്നവർ. അവർക്കൊന്നും ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളല്ലല്ലോ. അവർക്കും ഭക്ഷണം കഴിക്കാൻ ഉപജീവനം നടത്താനുള്ള സംവിധാനം അല്ലാഹു ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കണം നമ്മൾ. ഞാൻ അധ്വാനിച്ച് ഭക്ഷണം കൊടുക്കുന്നതാരുക? എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ ഭാര്യ സന്താനങ്ങൾക്കല്ലേ? അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും പാവങ്ങളായ ആളുകൾക്കെന്നാലോ? അല്ലാഹു പറയുകയാണ്, മനുഷ്യരെ, നിങ്ങൾ മാത്രമല്ല ഭൂമിയിൽ അന്നം കഴിച്ചു കഴിയുന്നത്, മറ്റൊരുപാട് ജീവികളുണ്ട്. നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്ത ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവക്കൊക്കെയും നമ്മൾ ഭക്ഷണം നൽകുന്നു. അതിനുള്ള എല്ലാ സംവിധാനവും ഭൂമിയിൽ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. ചിന്തിക്കേണ്ട പ്രിയമുള്ള സഹോദര, ഏതെങ്കിലും ഗവൺമെന്റ്, പല ഗവൺമെന്റുകളും കാലാകാലങ്ങളിൽ മാറി മാറി വരാറുണ്ടല്ലോ. ഏതെങ്കിലും ഗവൺമെന്റ് ഭക്ഷ്യമന്ത്രി പ്രഖ്യാപിക്കാറുണ്ടോ? ആളുകൾക്ക് ഓരോ സംസ്ഥാനങ്ങൾക്ക് ഇത്ര വീതം അരി എന്ന് ഓരോ കൊല്ലവും നിശ്ചയിക്കുമ്പോൾ, ഓരോ സംസ്ഥാനത്തിലെയും മനുഷ്യർക്ക് ഇത്ര വീതം അരി എന്ന് നിശ്ചയിക്കുമ്പോൾ, ഏതെങ്കിലും ഗവൺമെന്റുകൾ ഈ നമ്മുടെ രാജ്യത്തുള്ള പറവകൾക്ക് ഇത്ര വിഹിതം എന്ന് നിശ്ചയിക്കാറുണ്ടോ? നമ്മുടെ രാജ്യത്തുള്ള ഇന്ന മൃഗങ്ങൾക്ക് ഇത്ര വിഹിതം എന്ന് നിശ്ചയിക്കാറുണ്ടോ? ആരും നിശ്ചയിക്കാറില്ലെന്ന് പറയുകയാണ്. നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്ത എത്രയോ ജീവജാലങ്ങൾ അവിടെ ഉണ്ടവർക്കും ഭക്ഷണത്തിനുള്ള സംവിധാനം ഭൂമിയിൽ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. എന്നിട്ട് റബ്ബ് പറയുന്ന വാക്ക് കേട്ടോളോ, നമ്മുടെ അടുത്ത് ഏതൊരു വസ്തുവുണ്ടോ ആ വസ്തുവിന്റെ ഖജനാവ് നമ്മുടെ കയ്യിലുണ്ട്. സന്താന നിയന്ത്രണം ഏർപ്പെടുത്തണം. മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്നവൻ എന്ന് പറയുന്നവന്റെ മുഖത്തടിക്കുകയാണ് അല്ലാഹു. ഏതൊരു വസ്തുവുണ്ടോ അതിന്റെ ഖജാന നമ്മുടെ കയ്യിലുണ്ട്. ഭൂമിയിലേക്ക് നമ്മൾ അത് ഇറക്കുന്നത് ഭൂമിയിലെ ആവശ്യമുള്ള കണക്കനുസരിച്ചാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു എല്ലാ മനുഷ്യനും മനസ്സിലാക്കേണ്ട എല്ലാം അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റബ്ബ് വളരെ വ്യക്തമായി ഈ ആയത്തിലെല്ലാം അല്ലാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. 60 വയസ്സുള്ള ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, ഉമ്മമാരോട്, നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സുകൾ കഴിക്കാൻ കഴിയുന്ന പോലെ, ഫലവർഗ്ഗങ്ങൾ കഴിക്കാൻ കഴിയുന്ന പോലെ, ആപ്പിളും ഓറഞ്ചും ഇന്ന് നിങ്ങൾ കഴിക്കുന്ന പോലെ, തണ്ണിമത്തൻ ഇന്ന് നമ്മൾ കഴിക്കുന്ന പോലെ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നോ? എല്ലാ വസ്തുവിന്റെയും ഖജനാവ് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ള കണക്കനുസരിച്ച് മാത്രമേ നമ്മൾ ഇറക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ റബ്ബ് പറഞ്ഞത് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ജീവിക്കുവാനുള്ള ഉപജീവന മാർഗം അല്ലാഹു ഭൂമിയിൽ സംവിധാനം ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഉപജീവന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ച പോലെ സമ്പാദിക്കണം. ഉപജീവനത്തിന്റെ വഴികൾ തേടണം, അധ്വാനിക്കണം. അധ്വാനത്തിലൂടെ ജീവിക്കാനുള്ള വഴി അവൻ കണ്ടെത്തണം. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു, നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ, ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ, ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപിച്ചോളൂ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടുകയും ചെയ്തോളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഉപജീവന മാർഗം തേടാൻ അല്ലാഹു കൽപ്പിക്കുകയാണ് മനുഷ്യനോട്.
മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ അധീനപ്പെടുത്തി തന്നത്. ഫംശൂ ഫീ മനാകിബിഹാ, അതുകൊണ്ട് അതിന്റെ വക്ഷസ്സിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക. വകുലൂ മിൻ റിസ്ഖിഹി, അതിൽ നിന്നുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തു കൊള്ളുക. ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളോ, അതിലെ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചോളോ. വൈലൈഹിൻ നുശൂർ, ആ റബ്ബിലേക്കാണ് മടക്കമെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണമെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അന്നം കഴിച്ചാൽ പോരാ, ഈ അന്നം തന്ന അന്നദാതാവിനോട് നന്ദി ഉണ്ടാകണം. ആ റബ്ബിലേക്കാണ്, ഏത് റബ്ബാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ റബ്ബിലേക്കാണ് നിങ്ങളുടെ തിരിച്ചുപോക്കെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എങ്ങനെയെങ്കിലും സമ്പാദിച്ചു കഴിക്കാൻ പാടില്ല, ഹലാലെ സമ്പാദിച്ചു കഴിക്കാവൂ എന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. വകുലൂ മിൻ റിസ്ഖി, റബ്ബിന്റെ ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ. വഇലൈഹിൻ നുശൂർ, ആ റബ്ബിലേക്ക് മടക്കപ്പെടുമെന്ന ബോധത്തോടെയാകണം അന്നം കഴിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും സമ്പാദിച്ച് ജീവിക്കാൻ പാടില്ല. ഹലാലുണ്ട്, ഹറാമുണ്ട്. ഹറാം ഒഴിവാക്കണം, ഹലാലായ രീതിയിലൂടെ മാത്രമേ സമ്പാദിക്കാവൂ. എന്നിട്ടോ ഹലാല് സമ്പാദിച്ചിട്ട് ഹലാല് മാത്രമേ ഭക്ഷിക്കാവൂ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഹലാൽ എന്നും മാത്രമല്ല പറഞ്ഞത്, കേട്ടോളൂ. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലകും അദവ്വൻ മുബീൻ. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ, കുലൂ നിങ്ങൾ തിന്നു ഭക്ഷിച്ചുകൊള്ളുക. മിമ്മാ ഫിൽ അർളി, ഭൂമിയിലുള്ളതിൽ നിന്ന് എല്ലാം ഭക്ഷിക്കാൻ പാടില്ല. ഹലാലൻ തയ്യിബാ, ഹലാലും തയ്യിബുമായതേ നിങ്ങൾ ഭക്ഷിക്കാവോ. വെറും ഹലാൽ എന്നല്ല ഖുർആൻ പറഞ്ഞത്, ഹലാലൻ തയ്യിബാ. ഹലാലിനേക്കാളും ഒന്നുകൂടെ മാറ്റുള്ളതാണ് ഹലാലും തയ്യിബ്. പരിശുദ്ധമായ ഹലാലുകൾ മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. ഖുർആന്റെ പ്രയോഗം നോക്കണം. ഹലാല് തിന്നോളൂ എന്നല്ല, ഹലാലൻ തയ്യിബാ, പരിശുദ്ധമായ ഹലാലുകളെ നിങ്ങൾ തിന്നാവൂ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലകും അദവ്വൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഹലാല് സമ്പാദിക്കണം എന്ന് മാത്രമല്ല, ഹലാല് മാത്രമേ ഭക്ഷിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിക്കാനോ അതൊരുമിച്ച് കൂട്ടാനോ ഭക്ഷിക്കാനോ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാതിൽ, നിങ്ങൾ പരസ്പരം അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സ്വത്ത് അപഹരിച്ചു തിന്നാൻ പാടില്ല. ശ്രദ്ധിക്കണം. ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാതിൽ, നിഷിദ്ധമായ മാർഗത്തിലൂടെ നിങ്ങൾ ഒരിക്കലും സ്വത്ത് തിന്നാൻ പാടില്ല, സമ്പാദിച്ചു ഭക്ഷിക്കാൻ പാടില്ല. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കച്ചവടമൊഴികെ, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്ന കച്ചവടമൊഴികെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതിലൂടെ അല്ലാഹു പറയുന്നത് ഹലാലല്ലാത്ത, അനുവദനീയമല്ലാത്ത ബാത്തുലായ വഴിയിലൂടെയുള്ള സമ്പാദനം ഒരിക്കലും നടത്തരുത് എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. നിഷിദ്ധമായ സമ്പാദനത്തിന്റെ അന്ത്യമെന്താണ്? ഹറാമായ രീതിയിൽ സമ്പാദിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേട്ടോളൂ. അനിൽ ഹസൻ റളിയല്ലാഹു അൻഹു, ഞാൻ വേഗം പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അനിൽ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, അയ്യുമാ അബ്ദിൻ അംസക മാലൻ ഹറാമാ. കേട്ടോളൂ, ചെവി തുറന്നു കേട്ടോളൂ എന്റെ പ്രിയപ്പെട്ടവരെ. അയ്യുമാ അബ്ദിൻ അംസക മാലൻ ഹറാമാ, ഏതൊരു വ്യക്തിയാണോ ഹറാമായ സ്വത്ത് പിടിച്ചു വെച്ചത്,
ശ്രദ്ധിക്കണം, ഏതൊരാളാണോ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത്, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച സ്വത്തിൽ ഒരിക്കലും അവന്റെ ബർക്കത്ത് ചെയ്യപ്പെടില്ല എന്ന് പരിശുദ്ധമായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലം യുബാറക് ലഹു ഫീ, ഹറാമായ സമ്പാദനത്തിൽ ഒരിക്കലും അവന്റെ ബർക്കത്ത് ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്രയെത്ര ആളുകളെ കാണാം, ദിവസങ്ങളിൽ അവർ ആയിരങ്ങളും പതിനായിരങ്ങളും സമ്പാദിക്കുന്നു, എന്നിട്ടും അവർക്ക് സാമ്പത്തികമായ ടൈറ്റ് തീരുന്നില്ല. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദര, ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും സമ്പാദിച്ചിട്ട് സാമ്പത്തികമായ ടൈറ്റ് തീരുന്നില്ല. എന്തേ? ലം യുബാറക് ലഹു ഫീ, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നവന്റെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യില്ല. വലിയ പണക്കാരനാണ്, ഒരുപാട് സമ്പാദിച്ചു, സുന്ദരമായ മണിമാളിക അവന്റെ അടുത്ത് പൊക്കി, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവൻ സമ്പാദിക്കുന്നത് മുഴുവൻ തന്റെയും കുടുംബത്തിന്റെയും മാറാ രോഗങ്ങൾക്ക് ചെലവഴിക്കാനേ അവന് തികയുന്നില്ല. ലം യുബാറക് ലഹു ഫീ, ഹറാമായ സമ്പാദനത്തിൽ അല്ലാഹു ഒരിക്കലും ബർക്കത്ത് ചെയ്യുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറഞ്ഞതൊന്നും ഒരാളെ പിടികൂടില്ല എന്ന് വെക്കുക, എന്നാൽ തന്നെ അവൻ ആ സ്വത്ത് വിട്ടേച്ചു മരണപ്പെട്ടു പോവുകയാണ്. അവന്റെ കാലശേഷം ആ സ്വത്തിന് വേണ്ടി അവന്റെ അനന്തരക്കാരായ മക്കൾ തമ്മിൽ കശപിശ കൂടുന്നു, അവർ തമ്മിൽ അടിയായി, കേസായി, അത് ആ മക്കൾക്ക് പോലും ഉപകരിക്കാതെ കിടക്കുകയാണ്. പിന്നെ ലം യുബാറക് ലഹു ഫീ, ഹറാമായ സമ്പാദനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹുദവിയുടെ വകയല്ല, ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഹറാമാണോ സമ്പാദനം, ആ സമ്പാദനം കൊണ്ട് അവനുണ്ടാകുന്നത് നാശമായിരിക്കും. ഒരുപക്ഷെ മാറാ രോഗങ്ങളാകും, അല്ലെങ്കിൽ തീർത്താൽ തീരാത്ത കട്ടപ്പാടുകളാകും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലെങ്കിൽ സുന്ദര രീതിയിൽ ചെയ്തു വന്ന ബിസിനസ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തകർന്ന് അതിന്റെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതവൻ ആകെ കുടുങ്ങി വലഞ്ഞു പോകുന്ന അവസ്ഥ. ലം യുബാറക് ലഹു ഫീ. ഇനി കേട്ടോളൂ, ഇന്നംബഖഹു, ഇനി ഹറാമായ സ്വത്തിൽ നിന്ന് അവൻ ചെലവഴിച്ചുവെന്ന് വെക്കുക, ലം യഖ്ബൽഹു അല്ലാഹു മിൻ, അല്ലാഹു ആ സ്വത്തിൽ നിന്ന് അവന്റെ ദാനധർമ്മം സ്വീകരിക്കുകയില്ല. വഇൻ മാത വഹുവ ഇൻദഹു കാന സാദുഹു ഇലാ ജഹന്നം. വഇൻ മാത, ഇനി ഹറാമായ സമ്പാദനം നടത്തിയാൽ മരണപ്പെടുന്നു, എന്നാലോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്നംബഖഹു, ആ സ്വത്ത് ഹറാമായ സമ്പാദനത്തിൽ നിന്ന് അവൻ ചെലവഴിച്ചു വന്ന് വെക്കുക. ചില ആൾക്കാർ ആദ്യം സമ്പാദിച്ചതൊക്കെ പഠിച്ചോനെ ഹറാമായി പോയല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അവസാനത്തെ കാലത്ത് ധാരാളം അതിൽ നിന്ന് സ്വതക്ക ചെയ്യും. ഒരു കാര്യവും അതുകൊണ്ടില്ല. ലം യഖ്ബൽഹു മിൻ ലം യഖ്ബലില്ല ലം യഖ്ബൽഹു അല്ലാഹു മിൻഹു, അല്ലാഹു അവനിൽ നിന്ന് അവന്റെ ദാനധർമ്മം സ്വീകരിക്കുകയില്ല. വഇൻ മാത, ഇനി അവൻ മരണപ്പെട്ടു പോയാലോ, ഖാന സബഹു ഇൻദഹു, ഈ സ്വത്ത് അവന്റെ കയ്യിലുണ്ടായിരിക്കെ, ഹറാമായി സമ്പാദിച്ച സ്വത്ത് തന്റെ കയ്യിലിരിക്കെ ഒരാൾ മരണപ്പെട്ടു പോയാൽ, ഖാന സാദുഹു ഇലാ ജഹന്നം, അതവന്റെ നരകത്തിലേക്കുള്ള ഭക്ഷണമായി, അന്നമായി പരിണമിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നരകത്തിൽ അത്തരം ആളുകൾക്ക് അല്ലാഹു കഴിക്കാൻ കൊടുക്കുക, അവർ വിശക്കുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് സഖൂം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മുള്ളുള്ള ചെടിയുടെ കമ്പുകളാണത്രേ. ഇവന്റെ വിശക്കുമ്പോൾ ആർത്തട്ടഹസിക്കും, ആ സമയത്ത് അവന് കഴിക്കാൻ കൊടുക്കുന്നത് സഖൂം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ മുള്ളുള്ള ചെടിയാണ്. ആ സമയത്ത് അതിന്റെ കമ്പാണ്. അതവൻ ദാഹം, അവൻ വിശപ്പ് കാരണം അവൻ കടിച്ചിറക്കാൻ ശ്രമിക്കുന്നു. വായിലേക്ക് വെക്കുമ്പോഴേക്ക് അത് തൊണ്ടയിൽ കുടുങ്ങിപ്പോവുകയാണ് ആ മുള്ളുകൾ. ഇതാണ് മഹ്ശറയിൽ അവന്റെ രംഗമെന്ന് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വഇന്നംബഖഹു, ആ സ്വത്ത് ഹറാമായ സമ്പാദനത്തിൽ നിന്ന് അവൻ ചെലവഴിച്ചു വന്ന് വെക്കുക, ലം യഖ്ബൽഹു അല്ലാഹു മിൻ, അല്ലാഹു ആ സ്വത്തിൽ നിന്ന് അവന്റെ ദാനധർമ്മം സ്വീകരിക്കുകയില്ല. വഇൻ മാത, ഇനി അവൻ മരണപ്പെട്ടു പോയാലോ, ഖാന സാദുഹു ഇലാ ജഹന്നം, വഇൻ മാത, ഇനി ഹറാമായ സമ്പാദനം നടത്തിയാൽ മരണപ്പെടുന്നു, എന്നാലോ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന ഹാദൽ മാല ഹൽവത്തുൻ ഖദിറ. ഈ സ്വത്ത് എന്ന് പറയുന്നത് ഹൽവത്തുൻ നല്ല മധുരമുള്ളതാണ്, ഖദിറത്തുൻ നല്ല പച്ചിച്ചതുമാണ്. സ്വത്ത് നല്ല മധുരമാണ്, പച്ചിച്ചതുമാണ്. മൻ അസാബഹു ബിഹഖി. ആരാണോ അത് സമ്പാദിക്കേണ്ട മുറപ്രകാരം സമ്പാദിച്ചത്, ബൂരിക ലഹു ഫീഹി. ആ സമ്പാദനത്തിൽ അല്ലാഹു അവന്റെ ബർക്കത്ത് ചെയ്യും. ഈ സമ്പാദനത്തിന്റെ വഴി ഏതൊക്കെയാണ് ഞാൻ പറയുന്നുണ്ട്. അതിൽ അല്ലാഹു അവന്റെ ബർക്കത്ത് ചെയ്യും. വറുബ്ബ മുതഖബ്ബിലിൻ ഫീമാ ശാഅത് നഫ്സു. എത്ര ആളുകളാണ്, ശ്രദ്ധിക്കണം. വറുബ്ബ മുതഖബ്ബിലിൻ, എത്ര ആളുകളാണ് ഫീമാ ശാഅത് നഫ്സുഹു, സ്വന്തം ശരീരം ആഗ്രഹിക്കുന്ന കാര്യം അവരങ്ങ് ചെയ്യും. മിമ്മാലില്ലാഹി വറസൂലി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്വത്ത് അവർ അങ്ങനെ സമ്പാദിക്കും. ഇതിലേക്ക് അങ്ങനെ അത് കടന്നിട്ട് ഓരോ കാര്യത്തിലേക്ക് അവർ ഇറങ്ങിയിട്ട് കച്ചവടം നടത്തിയും ബിസിനസ് നടത്തിയും ജോലി ചെയ്തുമൊക്കെ അവർ സമ്പാദനമുണ്ട്, അവർ സമ്പാദിക്കും. പക്ഷേ ലൈസ ലഹു യൗമൽ ഖിയാമത്തി ഇല്ലന്നാർ. അവരെ ആ സമ്പാദനത്തിൽ ഹലാലിന്റെ വഴിയോ ഹറാമിന്റെ വഴിയോ ഒന്നും അവർ പരിഗണിക്കുകയില്ല. പണം കിട്ടണമെന്നേ അവർക്കുള്ളൂ. അതിനെന്ത് തണ്ടിത്തരവും തമ്മാടിത്തരവും അവർ ചെയ്യും. അതിന്റെ വ്യാഖ്യാനങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്യും. റസൂലുള്ളാഹി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ ലഹു യൗമൽ ഖിയാമത്തി ഇല്ലന്നാർ. അത്തരത്തിലുള്ള ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ നോക്കിയപ്പോ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയോ? ഈ ജാതിയിലുള്ള മുടന്തൻ ന്യായങ്ങളായിരിക്കും ചില ആളുകൾക്ക് പറയാറുണ്ടാവുക. റസൂലുള്ളാഹി പറയുകയാണ്, അത്തരത്തിലുള്ള സമ്പാദനക്കാർ ലൈസ ലഹു യൗമൽ ഖിയാമത്തി ഇല്ലന്നാർ. അവർക്ക് ഖിയാമത്ത് നാളിൽ നരകം മാത്രമേ ഉള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവർക്ക് നരകം ഉണ്ട് എന്നല്ല പറഞ്ഞത്, നരകമല്ലാതെ മറ്റൊന്നും അവർക്ക് ഇല്ല എന്നാണ്. വളരെ ഗൗരവമാണ് എന്റെ പ്രിയമുള്ള സഹോദര. അത് മാത്രമല്ല, ഹറാമായ സമ്പാദനത്തിന്റെ ഏറ്റവും വലിയ നാശം എന്താണെന്നറിയുമോ? അത് തലമുറകളോളം അതിന്റെ നാശം നിലനിൽക്കുമെന്നാണ്. എന്റെ പിതാവ് ഹറാമായി സമ്പാദിച്ചാണ് എനിക്ക് ഭക്ഷണം തന്നതെന്ന് കരുതുക. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഖബറിൽ കിടക്കുന്ന എന്റെ പിതാവിന്, നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ നമ്മളെ ഈ വഴിയിലേക്ക് നയിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വഴിയിലായത്. മറ്റൊരു വഴിയിലേക്കാണ് നയിച്ചതെങ്കിൽ ഒരുപക്ഷെ ഒരു ക്രിക്കറ്റ് പ്ലെയറോ അതല്ലെങ്കിൽ ഒരു ഫുട്ബോളറോ അതല്ലെങ്കിൽ ഒരു വോളിബോളറോ ഒക്കെ ആയി മാറുമായിരുന്നു. രാജാതിരാജനായ റബ്ബേ, അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ, ഈ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഞങ്ങളെ ഈ വഴിയിലേക്ക് നയിച്ചത്. ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്. നിങ്ങൾക്ക് നേരെ ആർക്കും ചൂണ്ടുവിരൽ ചൂണ്ടലുണ്ടോ എന്ന് കരുതിയാണ് ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ഉദാഹരണം പറയുന്നത്. എന്റെ പിതാവ് ഹറാമ് സമ്പാദിച്ചുവെന്ന് കരുതുക, അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചുവെന്ന് കരുതുക. ഞാൻ എന്റെ മക്കൾക്ക് ഹറാമ് കഴിക്കാൻ കൊടുത്താൽ, ഞാൻ ഹറാമ് സമ്പാദിച്ചാൽ, ഞാൻ ഹറാമ് കഴിച്ചാൽ അതെന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. പിന്നീട് എന്റെ മക്കൾ എന്റെ രക്തത്തിൽ നിന്ന് പിറക്കുന്ന, എന്റെ ബീജത്തിൽ നിന്ന് പിറക്കുന്ന മക്കളിലേക്ക് അത് മാറി, പിന്നെ അടുത്ത തലമുറയിലേക്ക് മാറി. അതായത് തെറ്റായ ഹറാമായ സമ്പാദനത്തിന്റെ രക്തത്തിന്റെ അംശങ്ങൾ തലമുറകളായി നിലനിൽക്കുമെന്നതാണ് എന്റെ പ്രിയമുള്ള സഹോദര അതിന്റെ ഏറ്റവും വലിയൊരു നാശം. അതുകൊണ്ട് തന്നെ ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യത്തിന് വളരെ വലിയ ഗൗരവം കൊടുത്തിരുന്നു. റസൂലുള്ളാഹി എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതി ഇലൈഹാ മആദി. അല്ലാഹുവേ, അസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി. എന്റെ ഉപജീവനം ഈ ഭൂമിയിലാണല്ലോ റബ്ബേ എന്റെ ജീവിതം. ആ ജീവിതം നീ നന്നാക്കണേ അല്ലാഹ്, ഉപജീവനം നീ നന്നാക്കണേ അല്ലാഹ്. വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഇലൈഹാ മആദി. എന്റെ മടക്കസ്ഥലമായ
പരലോകവും നീ നന്നാക്കണേ എന്ന് റസൂലുള്ള ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഉപജീവനം നീ അനുവദിച്ച മാർഗത്തിലാക്കി തരണേ എന്ന് റസൂലുള്ള ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലും ഹറാമും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് റസൂലുള്ള പഠിപ്പിക്കുക മാത്രമല്ല മാതൃക കാണിക്കുകയും ചെയ്തു. ഒരിക്കൽ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു സമ്പത്തിന്റെ സകാത്ത് കൊണ്ടുവന്ന് കൂട്ടിവെച്ചിരിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി കളിച്ചു നടക്കുന്ന പ്രായം, ഓടിച്ചാടി നടക്കുന്ന പ്രായം. ഹസൻ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ സ്വത്തിൽ നിന്നൊരു കാരക്ക എടുത്ത് ഹസൻ റളിയല്ലാഹു അൻഹു കഴിക്കാനായി വായിലിടുകയാണ്. ഇത് റസൂലുള്ള കണ്ടപാടെ ഓടി വന്നുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എന്ന ഒരു കാരക്ക എടുത്ത് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ ഹിയ ഔസാഫു الناس لا تحل لمحمد ولا لآله لا تحل لمحمد ولا لآله. മോനെ തിന്നരുത്. സകാത്ത് എന്ന് പറയുന്നത് ആളുകളുടെ മ്ലേച്ഛതയാണ്, ആളുകളുടെ സമ്പത്തിലെ ചേറാണ്, ചളിയാണ്. ലാ തഹില്ലു ലിമുഹമ്മദിൻ വലാ ലിആലി. മുഹമ്മദ് നബിക്കും തങ്ങളുടെ കുടുംബത്തിനും അത് അനുവദനീയമല്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹറാമ തിന്നാൽ രക്തത്തിൽ അത് കലർന്നാൽ അത് തലമുറകളോളം നിലനിൽക്കും എന്റെ സഹോദര. എന്നാൽ കേട്ടോളോ, വളരെ സുപ്രധാനമായ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സ്വഹാബാക്കളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സ്വഹാബാ യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാറുണ്ട്. യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കിടയിലേക്ക് ഒരു കാലം കടന്നു വരാറുണ്ട്. ലാ യുബാലിൽ അബ്ദു ബിഹലാലിൻ അഖദം ബിഹറാം. ആ കാലത്തുള്ള ജനങ്ങൾ സമ്പാദനത്തിന്റെ വഴി ഹലാലാണോ ഹറാമാണോ എന്നത് അവർ പരിഗണിക്കുകയില്ല എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവൻ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, മുഴുവൻ അവൻ ബാങ്കിൽ നിന്ന് പലിശക്ക് പണം വാങ്ങിയിട്ട് അവൻ ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് ചെയ്തവൻ മാസാമാസം ബാങ്കിൽ കൊണ്ടുപോയി പലിശ എടുക്കുകയാണ്. ലാ യുബാലിൽ അബ്ദു ബിഹലാലിൻ അഖദ അം ബിഹറാം. അവന്റെ സമ്പാദനത്തിന്റെ വഴി ഹലാലാണോ ഹറാമാണോ എന്നവൻ ചിന്തിക്കുകയില്ല, അത് പരിഗണിക്കുകയില്ല. അങ്ങനെ ഒരു കാലം മനുഷ്യ സമൂഹത്തിൽ കടന്നു വരാറുണ്ടെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും ഷെയർ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കും. ഷെയർ മാർക്കറ്റിലെ ബിസിനസ് എന്താണെന്നവൻ അറിയില്ല. അതേപോലെ ഫിക്സഡ് ലാഭം ലഭിക്കുന്ന ബിസിനസ്സിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കും. അത് കച്ചവടത്തിൽ നഷ്ടമാണോ ലാഭമാണോ അതൊന്നും നീ അറിയണ്ട. മാസാമാസം നിനക്ക് ഞാൻ 3000 തരും, 1 ലക്ഷത്തിന്. ഫിക്സഡ് ലാഭം ഹലാലാണോ ഞാൻ തിന്നുന്നത് ഹറാമാണോ എന്ന് പോലും ചിന്തിക്കാൻ, പരിഗണിക്കാൻ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ തയ്യാറാവുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതെത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ തലമണ്ടയിലേക്ക്, തലച്ചോറിലേക്ക് അത് കയറിയിരിക്കില്ല. ഏതാണ് ആ കാലം? ചിന്തിക്കണ്ട പ്രിയമുള്ള സഹോദര. റസൂലുള്ള പറയുകയാണ്, കേട്ടോളോ, ഹറാമായ സമ്പാദനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിച്ചവന്റെ അവസ്ഥ എന്താണ്? വകുല്ലു ലഹമിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമായ രീതിയിൽ സമ്പാദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആരുടെ അവസ്ഥ എന്താണ്? വകുല്ലു ലഹമിൻ, എല്ലാ മാംസവും, നബത മിൻ ഹറാമിൻ, ഹറാമിനാൽ ഉണ്ടായി തീർന്ന മുഴുവൻ മാംസവും, ഫന്നാറു ഔലാ ബിഹി,
നരകമാണ് ആ മാംസത്തോട് ശരീരത്തോട് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ പരിഗണിക്കണേ. ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നവരെ എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. ഏതെങ്കിലും കോലത്തിലൊക്കെ പണം സമ്പാദിച്ചോ, എന്നിട്ട് ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ വീട് എന്റെ വീടാണ് എന്ന് ദുരഭിമാനം നടിക്കാൻ, ഈ വീട്ടിലെ ഫർണിച്ചർ ഉള്ള എന്റെ വീട്ടിലുള്ള പോലെയുള്ള ഫർണിച്ചറുകൾ ഈ നാട്ടിലൊരു വീട്ടിലുമില്ല എന്ന് ദുരഭിമാനം നടിക്കുന്നവർ, എന്റെ പ്രിയമുള്ള സഹോദര, ഹലാഹറാമിൽ നിന്ന് സമ്പാദിച്ചു പള്ളിക്ക് പണം വേണമെന്ന് പറയുമ്പോൾ ഹറാമായ സമ്പാദനം എടുത്തു കൊടുത്ത് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവനാണ് എന്ന് ഉൾനാട്യത്തോടെ നടക്കുന്നവർ, ഹറാമായ ഭക്ഷണം കഴിച്ചുണ്ടാകുന്ന ഓരോ മാംസത്തുട്ടവും നരകമാണതിനോട് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് ശഫീഉൽ വറാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മനുഷ്യൻ അനുഭവിക്കും എന്ന് ഏതോ ഒരു കാലത്തല്ല. ഈ രണ്ട് കണ്ണങ്ങ് തുറക്കാൻ കഴിയാത്ത വിടം അടഞ്ഞു പോയാൽ എത്ര സമയമേ ഇതിന് വേണ്ടോ? കൊല്ലങ്ങളുടെ ആവശ്യമില്ല. ഇന്ന് രാത്രി കടന്നുറങ്ങിയ നമ്മൾ നാളെ എത്ര പേര് നമ്മിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ളവരാരാ? ആരുമില്ല. ആ കണ്ണൊന്നടഞ്ഞാൽ മതി. നമ്മൾ ഈ രംഗങ്ങളൊക്കെ കാണും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് സമ്പാദനത്തിന്റെ വഴി അല്ലാഹു പഠിപ്പിച്ച ഹലാലായ മാർഗമാകണം. ഹലാലായ വഴിയിലൂടെ അല്ലാതെ സമ്പാദിക്കാൻ പാടില്ല എന്റെ സഹോദര. ഹലാലായ വഴികൾ ഏതെല്ലാമാണ്? വളരെ ചുരുക്കി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞു പോവുകയാണ്. വിഷയത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരാൻ വേണ്ടി ഹലാലായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? സമ്പാദനത്തിന് വിശുദ്ധ ഇസ്ലാം മനുഷ്യന് മുമ്പിൽ തുറന്നു വെക്കുന്ന വഴികൾ ഏതെല്ലാമാണ്? അതിലൊന്ന് കേട്ടോളോ, പാഴ്ഭൂമി ഉപയുക്തമാക്കലാണ്. അതായത് കൃഷിയില്ലാതെ ആരുടെയും ഉടമസ്ഥതയിലല്ലാതെ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ ആരാണോ കൃഷിയുക്തമാക്കുന്നത്, ആരാണോ കൃഷി യോഗ്യമാക്കുന്നത്, കൃഷി ചെയ്യുന്നത്, ആ ആൾക്ക് ആ ഭൂമി സ്വന്തമാക്കാമെന്ന് വിശുദ്ധ ഇസ്ലാം. ശ്രദ്ധിക്കണം. അതായത് തരിശായി കിടക്കുന്ന സ്ഥലം ആരുടെയും അധീനതയിൽപ്പെട്ടതല്ല. ഒരാൾ അവിടെ ചെന്നു, അതിലയാൾ കൃഷി ഇറക്കി, ആ ഭൂമി അയാൾ കൃഷിയുക്തമാക്കിയാൽ ആ ഭൂമി അയാൾക്ക് സ്വന്തമാക്കാം എന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതയാൾക്കുള്ള സമ്പാദനത്തിന്റെ വഴിയാണ്. ഞാൻ വേഗം പറഞ്ഞു പോകും, ഒരുപാട് പോയിന്റുകൾ പറയാറുള്ളത് കൊണ്ട്. അപ്പൊ സമ്പാദനത്തിനുള്ള ഒരു വഴിയാണത്. അന്യന്റെ അതിര്, ആ അതിരെടുത്തു നീക്കിയിട്ട് ഒരു തുട്ട് ഭൂമി പോലും പിടിച്ചെടുത്തോ അവൻ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയില്ല. ഇത് അന്യന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതല്ല പറയുന്നത്. ആരുടെയും അധീനതയിലല്ലാതെ തരിശായി കിടക്കുന്ന ഉപയോഗശൂന്യമായൊരു ഭൂമി, ഒരാൾ അവിടെ ചെന്നു, ആ ഭൂമിയിൽ കൃഷി ഇറക്കി. എന്നാൽ എത്ര ഭാഗം അവൻ കൃഷി യോഗ്യമാക്കിയോ, കൃഷി ഇറക്കിയോ, ഉപയുക്തമാക്കിയോ, അത്രയും ഭാഗം അവന് സ്വന്തമാക്കാമെന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുന്ന സഹാബിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല അന്നഹു ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ അമറ അർളൻ ലൈസത് ലിഹദി. കേട്ടോളൂ, മൻ അമറ അർളൻ, ഒരാൾ ഒരു ഭൂമിയെ തഅമീർ ചെയ്തു, അതായത് ഉപയുക്തമാക്കി, ലൈസത് ലിഹദി, ഒരാളുടെയും ഉടമസ്ഥതയിലുള്ളതല്ലാത്ത ഒരു ഭൂമി, എന്നാൽ അയാളുടേതുമല്ല താനും, അയാൾക്ക് പാരമ്പര്യമായ ആ ഭൂമി കിട്ടിയിട്ടില്ല, അയാളിട്ട് പണം കൊടുത്തു വാങ്ങിയതുമല്ല, ഒരാളുടെയും അധീനതയില്ലാത്ത ഭൂമി, ആ ഭൂമി ഒരാൾ ഉപയുക്തമാക്കിയാൽ ഫഹുവ അഹഖു
ആ ഭൂമിക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഉടമ, അത് ഉപയുക്തമാക്കിയ ആളാണെന്ന് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഉറവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഉറവ ഖലാബി ഉമർ ഫീ ഖിലാഫതിഹി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞത്. അപ്പോ ഒന്ന്, സമ്പാദനത്തിന് വിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു തന്ന ഒരു വഴി തരിശു ഭൂമി ഉപയുക്തമാക്കുക എന്നതാണ്. രണ്ട്, കേട്ടോളോ, അസ്വൈദു, വേട്ടയാടലാണ് രണ്ടാമത്തെ വഴി. നമ്മൾ എന്തിനാ അധ്വാനിക്കണത്? എന്തിനാ ഏറ്റവും പ്രധാനമായി അധ്വാനിക്കണതിനാ? ജീവൻ നിലനിർത്താൻ ഭക്ഷണം വേണം. ശ്രദ്ധിക്കണം, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിലൊക്കെ. ഒരാൾ ജീവൻ നിലനിർത്തണം, ജീവൻ നിലനിർത്താൻ ഭക്ഷണം വേണം. അതിനാണല്ലോ അധ്വാനിക്കുന്നത്. ഹലാലായ രീതിയിൽ ഭക്ഷണം സമ്പാദിക്കുന്ന രണ്ടാമത്തെ വഴി അസ്വൈദു, വേട്ടയാണ്. എന്താണ് ഈ വേട്ട എന്ന് പറഞ്ഞാൽ? ആരാന്റെ മൃഗങ്ങളെ വേട്ടയാടലല്ല. ഒരാളുടെയും ഉടമസ്ഥതയിലുള്ളതല്ലാത്ത, ആരുടെയും ഉടമസ്ഥതയിൽ പെടാത്ത പക്ഷികളെ, മൃഗങ്ങളെ, മത്സ്യങ്ങളെയൊക്കെ വേട്ടയാടി പിടിക്കാം. അങ്ങനെ ഉപജീവനത്തിന്റെ വഴി കണ്ടെത്താമെന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഒരാൾക്കും ഉടമസ്ഥത സ്ഥാപിക്കപ്പെട്ട പക്ഷികളല്ല, ആർക്കും ഉടമസ്ഥത സ്ഥാപിക്കപ്പെടാത്ത പക്ഷികൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ, ഇവയെ വേട്ടയാടി പിടിക്കാനും സ്വയം ഭക്ഷിക്കാനും വിൽപ്പന നടത്താനും അതിലൂടെ ഉപജീവനം സമ്പാദിക്കാനും അല്ലാഹു വഴി നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കുളമാണ്, ആ കുളത്തിലുള്ള മത്സ്യം അയാളുടെ അനുവാദമില്ലാതെ പിടിക്കാൻ പാടില്ല. നല്ല പോലെ ശ്രദ്ധിക്കണം എന്റെ സഹോദര. ഒരാൾക്കും ഉടമസ്ഥത സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത അവസ്ഥയിലുള്ള പക്ഷികളെ, മൃഗങ്ങളെ, മത്സ്യങ്ങളെ വേട്ടയാടാം. അത് സ്വന്തം ഭക്ഷണമായി കഴിക്കുകയും അത് വിറ്റ് ഉപജീവനം കണ്ടെത്തുകയും ചെയ്യാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ വഴി. ഇനി കേട്ടോളൂ, മൂന്നാമത്തെ സമ്പാദനത്തിന്റെ വഴി ഏതാ? അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഞാൻ വേഗം പറഞ്ഞു പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഹലാല അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ പാഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ പാഞ്ഞെടുത്തപ്പോൾ ഭരണാധികാരികളുടെ അനുവാദ പ്രകാരം യുദ്ധത്തിനിറങ്ങുകയാണ്. തോന്നിയോന് യുദ്ധം ചെയ്യലല്ല, അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നല്ല ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടത്? ഖലീഫയാണ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യേണ്ടത്. ഇമാമാണ്. ആരോ കുപ്പായമിട്ട് കയറി വന്ന് ഞാനാണ് മുസ്ലിങ്ങളുടെ ഇമാം എന്ന് പറയുന്നവനല്ല ഇമാം. ഇതിനൊക്കെ ഒരു നിയമവ്യവസ്ഥ ഉണ്ട് എന്റെ സഹോദര. എന്തേ? കൊന്നാൽ കൊന്നവനെ കൊല്ലണം എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഒന്ന് കൊന്നു നോക്കൂ നിങ്ങൾ, വിവരമറിയും. ഇസ്ലാമിക നിങ്ങളൊന്ന് കൊന്നു നോക്കൂ, വിവരമറിയും. കൊന്നവനെ നടക്കൂല നമ്മുടെ രാജ്യത്ത്. രാജ്യം എപ്പോൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്നുവോ ആ കാലമത്രയും, ഏത് കാലമത്രയും ഒരു അനിസ്ലാമിക രാജ്യം, മുസ്ലിം രാജ്യം, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ, ഇസ്ലാമിക കർമ്മങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവാദം നൽകുന്നവോ ആ കാലമത്രയും ആ രാജ്യത്ത് നമ്മൾ അനുസരിക്കണം. ചെറുപ്പക്കാരെ നല്ല പോലെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇസ്ലാമിക രാജ്യത്ത് യുദ്ധം നടക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ തകർക്കാൻ ശത്രുക്കൾ പാഞ്ഞെടുക്കുന്നു. അവരോട് യുദ്ധം ചെയ്യുകയാണ്. ഖലീഫയുടെ ആഹ്വാന പ്രകാരം കൊടുമ്പിരി കൊണ്ട് യുദ്ധം. അവസാനം ശത്രുക്കളെല്ലാം അവർ പരന്നോടാൻ തുടങ്ങി, പിന്തിരിഞ്ഞോടി. അവരവരുടെ സമ്പത്തൊക്കെ യുദ്ധക്കളത്തിൽ വിട്ടേച്ചു പോയി. ആ സ്വത്തൊക്കെ മുസ്ലിങ്ങൾക്ക് പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുക്കുന്ന സ്വത്തുകൾക്കാണ് ഗനീമത്ത് സ്വത്ത് എന്ന് പറയുന്നത്.
ഗനീമത്ത് സ്വത്ത് യുദ്ധം ചെയ്ത യോദ്ധാക്കൾക്കാണ് 80% അവർക്കിടയിൽ വിതരണം ചെയ്യണം. അപ്പൊ ഹലാലായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് ലഭിക്കുന്ന ഗനീമത്ത് സ്വത്ത് ഹലാലാ രീതിയിലുള്ള സമ്പാദനമാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം, ദുർവ്യാഖ്യാനം ചെയ്യരുത്. കാലം അങ്ങനെയുള്ള കാലമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറിച്ച് ചിന്തിക്കുന്നവന്റെ കാലഘട്ടമാണ്. അമുസ്ലിമായ സഹോദരന്റെ സ്വത്ത് പിടിച്ചെടുക്കാമെന്നല്ല ഈ പറയുന്നത്. നല്ലപോലെ മനസ്സിലാക്കണം, നല്ലപോലെ മനസ്സിലാക്കണം. അമുസ്ലിമിനും ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഒരുക്കി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അവന്റെ ശരീരത്തിന് വേദനിപ്പിക്കാൻ പാടില്ല, അവന്റെ മനസ്സിന് വേദനിക്കുന്ന വാക്ക് പോലും പറയാൻ പാടില്ല. അഭിമാനം എല്ലാവർക്കും ഒരുപോലെയാണ്. അവന്റെ രക്തം കുത്തിയൊലിപ്പിക്കാൻ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിലേക്ക് ബലാത്കാരമായ ആരെയും കൊണ്ടുവരണ്ട. സത്യവും അസത്യവും വേർപിരിഞ്ഞിരിക്കുന്നു. വരാൻ ആഗ്രഹിക്കുന്നവർ വരട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനവും പ്രതിപാദന രീതിയും ശൈലിയും അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇസ്ലാമിനോട് എതിരിടാൻ വന്ന ഒരു യുദ്ധ സംഘത്തിന്റെ സ്വത്തവർ വിട്ടേച്ചു പോയി. അത് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു. അതാണ് ഗനീമത്ത്. അതാണ് ഗനീമത്ത് സ്വത്ത് എന്ന് പറയുന്നത്. ആ സ്വത്ത് യുദ്ധം ചെയ്ത യോദ്ധാക്കൾക്ക് അതിൽ അവകാശമുണ്ട്. ഇത് ഹലാലായ സമ്പാദനമാണ്. മൂന്നാമത്തത്, നാലാമത്തത് കേട്ടോളാം. നാലാമത്തത് എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ് വലാ തയമ്മമുൽ ഖബീഥ മിൻഹു തുൻഫിഖൂന വലസ്തും ബിയാഖിദിഹി ഇല്ലാ അൻ തുഅ്മിനൂ ഫീഹി വഅലമൂ അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നാലാമത്തെ സമ്പാദനത്തിന്റെ വഴി ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഖനികളാണ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഖനികൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. പിന്നെയോ വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരുന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. സൗദി അറേബ്യയുടെ ഭൂമിയുടെ അടിയിലെ എണ്ണ ഉൽപ്പാദിപ്പിച്ചത് ആരാ? ഫഹദ് രാജാവല്ല, അബ്ദുള്ള രാജാവല്ല, അസീസ് രാജാവല്ല. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരുന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. അല്ലാഹുവാണ് ഭൂമിക്കടിയിൽ നിന്ന് നമുക്ക് വേണ്ടത് പുറപ്പെടുവിപ്പിച്ചു തരുന്നവനവനാ. ഭൂമിയുടെ അടിയിൽ അത് സൃഷ്ടിച്ചു വെച്ചതും അല്ലാഹുവാണ്. ആ റബ്ബ് പറയാൻ, അതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. അപ്പൊ മനുഷ്യന് സമ്പാദനത്തിന്റെ മറ്റൊരു വഴിയാണ് ഖനികൾ, നിധികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഖനിജ വസ്തുക്കൾ എന്ന് പറയും. നിധിന് സാധാരണ നമ്മൾ പറയാറുള്ളത് സ്വർണം, വെള്ളിക്കാണല്ലേ. ഖനിജ വസ്തുക്കൾ എന്ന് നമ്മൾ പറയാറുണ്ട്. മറ്റുള്ളവ ഇരുമ്പ്, ചെമ്പ്, ഇങ്ങനെയൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് ലഭിക്കുന്ന മറ്റുള്ള വസ്തുക്കൾ, അതാണ് ഖനിജ വസ്തുക്കൾ. നിധി എന്ന് നമ്മൾ പറയാറുള്ളത് സാധാരണ സ്വർണത്തിനും വെള്ളിക്കുമാണ്. നിധിയാണെങ്കിലോ, നിധിയാണ് ഭൂമിക്കടിയിൽ നിന്ന് ലഭിച്ചത് എങ്കിൽ അതിന്റെ 20% സക്കാത്ത് കൊടുക്കണം. ബാക്കിയുള്ള 80% അത് ലഭിച്ച ആൾക്ക് ഉപയോഗപ്പെടുത്താം. ആരാന്റെ ഭൂമിയിൽ നിന്ന് കിട്ടിയാലും കേട്ടോ, അവനാന്റെ ഭൂമിയിൽ നിന്ന് കിട്ടിയാൽ, അവനാന്റെ ഭൂമിയിൽ നിന്ന് കിട്ടിയാൽ. അതേപോലെ ഖനിജ വസ്തുക്കളാണെങ്കിലോ, ഖനിജ വസ്തുക്കളാണെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ബാക്കിയുള്ളതെല്ലാം അവന്റെ സ്വയമായി അവകാശപ്പെട്ടതാണ്. ഇത് സമ്പാദനത്തിന്റെ 4ാമത്തെ വഴിയാണ്. ഇനി കേട്ടോളൂ, 5ാമത്തെ വഴി ഏതാണ്? 5ാമത്തെ വഴിയാണ് കൈത്തൊഴിൽ, അധ്വാനിച്ച് ജീവിക്കുക എന്നത്. അല്ലാഹു ഭൂമിയിൽ മനുഷ്യന് മുമ്പിൽ തുറന്നു വച്ച സമ്പാദനത്തിന്റെ വഴിയാണ്. മഹാനായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലൗ ബസതല്ലാഹു الرزق ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. അല്ലാഹുവേ, ഈ വാക്ക് വല്ലാത്ത വാക്കാണ്.
വലൗ ബസതല്ലാഹു റിസ്ഖ, അല്ലാഹു ഭക്ഷണത്തെ ഫിൽ അർളി, ഭൂമിയിൽ ഇങ്ങനെ അല്ലാഹു പരത്തി വെച്ചതായിരുന്നുവെങ്കിൽ, വലൗ ബസതല്ലാഹു റിസ്ഖ ഫിൽ അർളി, അല്ലാഹു ഭൂമിയിൽ ഭക്ഷണത്തെ, വലൗ ബസതല്ലാഹു റിസ്ഖ, അല്ലാഹു ഭക്ഷണത്തെ വ്യാപിപ്പിച്ചു വെച്ചതായിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർളി, ഭൂമിയിൽ ആ ഭക്ഷണത്തിന് വേണ്ടി അവർ അതിക്രമം കാണിക്കുമായിരുന്നു. വലാകിൻ, പക്ഷേ യുനസ്സിലു ബിഖദരി മാ യശാ, ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അല്ലാഹു ഇറക്കുകയാണ്. ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ, അല്ലാഹു തന്റെ അടിമകളെ കാണുന്നവനും നന്നായി അറിയുന്നവനുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്ന് പറഞ്ഞെന്നറിയും, ഭൂമിയിൽ നമ്മൾ ഭക്ഷണം പരത്തി വെച്ചതായിരുന്നെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യനെ അടികൂടുമായിരുന്നു. എന്ന് കണ്ടില്ലേ, എണ്ണയുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കാനായി എന്തൊക്കെ കുതന്ത്രങ്ങളാണ്. എണ്ണയുള്ള രാജ്യങ്ങൾ സമ്പന്ന രാഷ്ട്രമായതുകൊണ്ട് അവയെ പിടിച്ചടക്കാൻ ഏതെല്ലാം രീതിയിലുള്ള തന്ത്രകുതന്ത്രങ്ങൾ അമേരിക്ക അടക്കമുള്ള മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കൂ നിങ്ങൾ. അല്ല പറയാം, ഭക്ഷണം എങ്ങാനും അങ്ങനെ തന്നെ ഭൂമിയിൽ ഞാൻ സൃഷ്ടിച്ചു വച്ചിരുന്നെങ്കിൽ ആളുകൾ അതിനു വേണ്ടി അടികൂടുമായിരുന്നു. ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മൾ ഇറക്കുകയാണ്. അതായത് ആവശ്യമുള്ള കൃഷി ചെയ്യുന്നു, അപ്പൊ അതിനനുസരിച്ച് അല്ലാഹു മുളപ്പിച്ചു കൊടുക്കുകയാണ്. അതിനനുസരിച്ച് അല്ലാഹു, അവർക്ക് ആവശ്യമുള്ളതനുസരിച്ച് അല്ലാഹു സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അനിൽ മിഖ്ദാം ഇബ്നു മഅദി കരിബ റളിയല്ലാഹു അൻഹു, മഹാനായ മിഖ്ദാം ഇബ്നു മഅദി കരിബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു സമിഅ റസൂലുള്ളാഹി, അന്നഹു സമിഅ റസൂലുള്ളാഹി, മഹാനായ മിഖ്ദാം ഇബ്നു മഅദി കരിബ റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനവർകൾ റസൂലുള്ളാഹി പറയുന്നത് കേട്ടിട്ടുണ്ട്. വറഅഹു ബാസിതൻ യദാ, റസൂലുള്ളാഹി തന്റെ കൈ ഇങ്ങനെ നീട്ടി അല്ലാഹുവിന്റെ ഹബീബ് പരത്തി പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞു? യഖൂലു മാ അകല അഹദുൻ തഅമൻ, മാ അകല അഹദുകും തഅമൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ അമലി യദിഹി മിൻ അമലി യദൈഹി. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള ഭക്ഷണം, ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്നറിയുമോ? മിൻ അമലി യദിഹി, അയാളുടെ കൈകൊണ്ട് അധ്വാനിച്ചയാൾ തിന്നുന്ന ഭക്ഷണമാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ തിന്നുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം അയാൾ തന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈത്തൊഴിലിന് വലിയ പ്രാധാന്യം നൽകിയ മതാ വിശുദ്ധ ഇസ്ലാം. നമ്മളാണെങ്കിലോ തൊഴിൽ ചെയ്യാൻ മഹാമടിമാരി. അധ്വാനിക്കുക എന്നത് മഹാമടിയാണ്. പ്രത്യേകിച്ച് കേരളക്കാരൻ, എല്ലാവരും കേരളക്കാരെ കുറിച്ച് പറയാറുണ്ട്, ഇസ്തിരി ഞൊളിയാത്ത ജോലിയാണ് കേരളക്കാരൻ താല്പര്യപ്പെടുന്നത്. കേട്ടോളൂ കേട്ടോളൂ, ഹബീബായ റസൂലുള്ളാഹി, മാ അകല അഹദുകും തഅമൻ അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മിൻ അമലി യദിഹി, സ്വയം കൈകൊണ്ട് അധ്വാനിച്ചു തിന്നുന്ന ഭക്ഷണമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, ത്വലബുൽ ഹലാൽ ജിഹാദുൻ, ഹലാലായ ഭക്ഷണം തേടി തൊഴിൽ ചെയ്യുക എന്നത്, ഹലാലായ ഭക്ഷണം സമ്പാദിക്കുക എന്നത് ജിഹാദുൻ, അത് ധർമ്മസമരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വഇന്നല്ലാഹ തആല, നിശ്ചയമായും അല്ലാഹു യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ്, ജോലി ചെയ്യുന്ന അടിമയെ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. കേട്ടോളൂ, ജോലി ചെയ്യുന്ന അടിമയെ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. ജോലി ചെയ്യുന്ന അടിമയെ ജോലി ചെയ്യാത്തവനേക്കാളും റബ്ബിന് ഇഷ്ടമാണ്. ഒരാൾ മെനിഞ്ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ വലിയ പാപമാണ്, ഞാൻ വലിയ സാധുവാണ്, ഫഖീറാണ്, കൈക്കോട്ട് കൊണ്ട് മൺവെട്ടി കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്, സാധാരണ നാടൻ പണിക്കാരനാണ്, ഒരു ദിവസം അധ്വാനിച്ചാൽ 300-400 കിട്ടുന്ന ആളാണ്
ഞാൻ പറയട്ടെ, കൈകൊണ്ടുള്ള അധ്വാനമുണ്ടല്ലോ, ഹലാലായത് ഭക്ഷിക്കാനായുള്ള കൈകൊണ്ടുള്ള അധ്വാനം, ഹറാമായ വാക്കോ പ്രവൃത്തിയോ മൂലം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തേക്കാൾ ഏറ്റവും നല്ലത് അതാണെന്ന് മാത്രമല്ല, തലബുൽ ഹലാലി ജിഹാദുൻ, ഹലാലായത് ഭക്ഷിക്കാൻ വേണ്ടി, ഹലാല് സമ്പാദിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നത് ജിഹാദുൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ എന്താ? വഇന്നല്ലാഹ തആല യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ്, തൊഴിൽ ചെയ്യുന്ന അടിമയെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ, അല്ലാഹുവിനോട് അടിമയോട് വല്ലാത്ത ഇഷ്ടമാണ്. എങ്ങനെയുള്ള അടിമയാണ്? യതഅല്ലമുൽ മിഹ്ന, അയാൾ ഒരു കൈത്തൊഴിൽ പഠിക്കും. കൈത്തൊഴിൽ പഠിക്കുന്ന അടിമയോട് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. എന്തിനാ ഇയാൾ കൈത്തൊഴിൽ പഠിക്കുന്നത്? യസ്തഗ്നി ബിഹാ അനിന്നാസ്, തന്റെ ഒരു കാര്യത്തിനും ജനങ്ങളുടെ മുമ്പിൽ കൈ കാണിക്കരുത് എന്ന് കരുതിയാണ് ഇയാൾ കയ്യിൽ തൊഴിൽ പഠിക്കുന്നത് എങ്കിൽ റബ്ബിന് അയാളോട് വല്ലാത്ത ഇഷ്ടമാണ്. ടെക്നോളജി വേണം, തൊഴിൽ പഠിപ്പിക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണം. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടതായിരുന്നു. വെറും വിദ്യാഭ്യാസമല്ല, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് രാജ്യത്ത് വേണ്ടത് എന്ന് പറഞ്ഞത് ഗാന്ധിജിയായിരുന്നു. ഇതാര് പഠിപ്പിച്ചതാ? ഹബീബായ റസൂലുള്ളാഹി. മഹാനായ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മജി പറഞ്ഞതെന്താ? ഉമറിന്റെ ഭരണം ഈ രാജ്യത്ത് കൊണ്ടുവന്നാൽ ഈ രാജ്യം നന്നായി എന്നാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? ആളുകളോട് പറഞ്ഞു, നിങ്ങൾ കൈത്തൊഴിൽ പഠിക്കണം. കാരണം തൊഴിലിലേക്ക് ആവശ്യമുള്ള ഒരു കാലം കടന്നു വരാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തൊഴിലാളികൾ ആവശ്യമുണ്ടാകും. അതുകൊണ്ട് തൊഴിൽ പഠിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആഹ്വാനം ചെയ്തിരുന്നു. ഒരുപക്ഷെ ഗാന്ധിജിക്ക് കിട്ടിയ ദർശനം ഇവിടെ നിന്നാവാം. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. അൻ റാഫി' ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു, റാഫി' ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു പറയാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യുൽ കസ്ബ് അത്യബ്, ഏറ്റവും നല്ല സമ്പാദനം ഏതാണ്? കേട്ടോളൂ, നിധിയായ വിജ്ഞാനങ്ങളാ പറയാൻ പോകുന്നത്. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു തിന്നലാണ്. വകുല്ലു ബൈഇൻ മബറാർ, അല്ലാഹു അനുവദിച്ച മറ്റെല്ലാ കച്ചവടങ്ങളും. ആദ്യം റസൂലുള്ളാഹി പറഞ്ഞത് കൈത്തൊഴിൽ, കൈകൊണ്ട് അധ്വാനിച്ചു തിന്നുക എന്നാണ്. അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഖുദ അഹദുകും ഹബല, ഒരാൾ കയറെടുക്കുക, തൂങ്ങാനല്ലോ, കയറെടുക്കുക. എന്തിന്? ലാ യഖുദ അഹദുകും ഹബല, ഒരാൾ തന്റെ കയറെടുക്കുക. ثم يأتي الجبل, പിന്നെ അയാൾ പർവ്വതത്തിൽ പോവുക. ثم يجيء بحزمة من حطب, എന്നിട്ട് അയാൾ വിറകിന്റെ കെട്ട് തലയിൽ വെച്ച് ചുമടാക്കി കൊണ്ടുവരിക. ഫയബിഉഹാ ബിതമനിഹാ, എന്നിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്നിട്ട് ആ വിറക് അയാൾ വിൽക്കുക. അതാണ് ഖൈറുൽ ലഹു, ഒരാൾക്ക് നല്ലത്. മിൻ അയ്യസ്അലന്നാസ, ജനങ്ങളോട് ചോദിച്ചു യാചിക്കുന്നതിനേക്കാൾ ഒരാൾക്ക് നല്ലതാണ്. അയതൗഹു മനൗഹു, ആളുകൾ അയാൾക്ക് കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ. ഒരാൾക്ക് യാചിച്ചു തിന്നുന്നതിനേക്കാൾ നല്ലത് കയറഴിച്ച് മലയിൽ പോയി വിറക് വെട്ടി വിറക് ശേഖരിച്ച് അങ്ങാടിയിൽ കൊണ്ടുവന്ന് അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഉപജീവനം നടത്തലാണ് യാചനയേക്കാൾ നല്ലതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു, കാന സൽമാനു യഅമലു ബിയദി അലാ സൽമാൻ ഫാരിസിയ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അങ്ങകലെ പേർഷ്യയിൽ നിന്ന് സത്യമന്വേഷിച്ച് മദീനയിലെത്തിയ ആളാണ് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. ആ സൽമാൻ റളിയല്ലാഹു അൻഹു കേട്ടോളൂ, സ്വഹാബികളുടെ കാര്യം ഞാൻ പറയാൻ പോണത്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു യഅമലു ബിയദിഹി,
കൈകൊണ്ട് അധ്വാനിച്ചു അധ്വാനിക്കുന്ന ആളായിരുന്നു. പകൽ മുഴുവൻ അധ്വാനിക്കും, അധ്വാനിച്ചു കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങും. എന്നിട്ട് വീട്ടിൽ പോയി ഭക്ഷണം പാകം ചെയ്യും. പിന്നെ തങ്ങളുടെ സേവകന്മാരെ മഹാനവറുകൾ വിളിക്കും. എന്നിട്ട് തന്റെ കീഴിലുള്ള സേവകന്മാരുടെയും തൊഴിലാളികളുടെയും കൂടെയായിരുന്നു സൽമാൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. സൽമാൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? പണ്ടത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാരന് ഉന്നത ജാതിക്കാരന് ഭക്ഷണം കഴിക്കുന്നതിന് അടുത്തുപോലും പോകാൻ പറ്റുമായിരുന്നില്ല. കേരളക്കരയിൽ ആദ്യമായ സംസ്കാരം മാറ്റിയെടുത്തതാരാ? സ്വഹാബികളാണ്. കടന്നു വന്ന സ്വഹാബികളാണ് അത് മാറ്റിയെടുത്തത്. അതിലൂടെയാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. ഞാൻ ആരെയും ആക്ഷേപിക്കാറില്ല. ഞാൻ പറയുന്നത് സൽമാൻ റളിയല്ലാഹു അൻഹു കൈകൊണ്ട് അധ്വാനിക്കും, കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം വാങ്ങും, വീട്ടിൽ പോയി ഭക്ഷണം പാകം ചെയ്യും. എന്നിട്ട് തന്റെ കീഴിലുള്ള സേവകന്മാരെ തൊഴിലാളികളെയൊക്കെ വിളിച്ചിട്ട് അവരോടുകൂടെ ഭക്ഷണം കഴിക്കുമായിരുന്നു. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു, മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഖാല, മഹാനവറുകൾ പറയുകയാണ്, തൗറാത്തിൽ ഞാൻ വായിച്ചു, അന്നല്ലദീ യഅമലു ബിയദി, സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന ആൾ, വയഅകുലു, എന്നിട്ട് ഭക്ഷിക്കുകയും ചെയ്യുന്ന ആൾ, തൂബാ ലിമഹ്യാ വമമാതിഹി, അയാളുടെ ജീവിതം എത്ര നല്ല ജീവിതമാണ്, അയാളുടെ മരണവും എത്ര നല്ല മരണമാണ് എന്ന് തൗറാത്തിൽ അല്ലാഹു പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകൾ ഓതി കേൾപ്പിക്കുകയാണ്. യാ അയ്യുഹർ റസൂലു, ഓ മുർസലീങ്ങളെ, അല്ലാഹു തന്റെ പ്രവാചകന്മാരോട് പറഞ്ഞത് എന്താ അറിയോ? യാ അയ്യുഹർ റസൂലു, മുർസലീങ്ങളെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ലത് ഭക്ഷിക്കൂ, വഅമലു സ്വാലിഹാ, ഹലാൽ നിങ്ങൾ സമ്പാദിക്കുകയും ചെയ്യൂ, വഅമലു സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്നല്ല മഹാനായ സുലൈമാൻ എന്ന് പറയുന്ന മഹാനിധൻ അർത്ഥം കൊടുത്തിരിക്കുന്നത്. വഅമലു സ്വാലിഹാ, അതായത് ഹുവ അമലുർ റജുലി ബിയദി, നിങ്ങൾ അധ്വാനിച്ചു ഭക്ഷിക്കുകയും ചെയ്യൂ എന്നാണ് അല്ലാഹു തന്റെ പ്രവാചകന്മാരോട് പോലും പറഞ്ഞത്. ഹലാലേ നിങ്ങൾ തിന്നാവൂ, ഹലാല് ഭക്ഷിക്കാൻ നിങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കൂ എന്ന് അല്ലാഹു തന്റെ പ്രവാചകന്മാരോട്, മാതൃകാ പുരുഷന്മാരായ പ്രവാചകന്മാരോട് പറഞ്ഞു. പ്രവാചകന്മാരാണല്ലോ മറ്റു ജനങ്ങൾക്ക് മാതൃകയാകേണ്ടത്. നൂഹ് അലൈഹിസ്സലാം സക്കരിയ നബിയും നൂഹ് നബി അലൈഹിസ്സലാം കാനാ നജ്ജാറാ, അവർ രണ്ടുപേരും ആശാരിമാരായിരുന്നു. നമുക്ക് രണ്ടാം നമ്പറാണ് ആശാരിപ്പണി. കാന നൂഹ് അലൈഹിസ്സലാം വസക്കരിയ നബിയും നൂഹ് നബി അലൈഹിസ്സലാം കാനാ നജ്ജാറാ, അവർ രണ്ടുപേരും ആശാരിമാരായിരുന്നു. നമ്മൾ ഈ ആശാരിപ്പണി വേറെ എന്നിട്ടോ നമ്മുടെ വീടിന്റെ അറകളിൽ അന്യ ആളുകളെയാണ് പണിയെടുക്കാൻ നമ്മൾ വിളിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കതിന്റെ ഗൗരവം. ഭർത്താവ് അടുത്ത ആഴ്ച കല്യാണത്തിന്റെ തലേന്നേ വരൂ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ വരൂ വാപ്പ. അപ്പോഴേക്ക് മകളുടെ ഭർത്താവിനും മകൾക്കും കിടക്കാനുള്ള അറ റെഡിയാക്കണം. ആരാ അറയുടെ പണിയെടുപ്പിക്കുന്നത്? വീട്ടിന്റെ അകത്തളത്തിൽ അന്യ ആളുകൾ വന്ന്, അന്യ പുരുഷന്മാരെന്ന് ഞാൻ പറയുന്നത് ആരെയാ? മതത്തിന്റെ വ്യത്യാസത്തിലല്ല ഞാൻ പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാനിൽ നിഷിദ്ധമാക്കിയ ആളുകൾ അവർ വന്നാണ്. റസൂലുള്ള പറഞ്ഞത്, ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കായാൽ പിശാച് അവരിൽ മൂന്നാമത്തെ ആളായിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്കത് പറ്റൂല. കാനാ നജ്ജാറാ, ഓരോ കുടുംബത്തിലും ആശാരിമാർ വേണം. കാനാ നജ്ജാറാ, അവർ രണ്ടുപേരും ആശാരിമാരായിരുന്നു. ആശാരിപ്പണി നല്ല പണിയാണ്.
എത്ര കൂലി? 500. 500 550 600 ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലോ നമുക്ക് ആ പണിയൊന്നും പറ്റില്ല. നമ്മൾ പീടിയെ പോയി നോക്കി സാധനം ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്താൽ 240 ഉറുപ്പ്യയും 30 ഉറുപ്പ്യ ചോറ് കഴിക്കാൻ. കൈത്തൊഴിൽ പഠിക്കൂലല്ലോ. ഞാനിത് ആവർത്തിച്ചു പറയുന്നത് ഖൽബിലേക്ക് ഇറങ്ങുവാനാണ്. നൂഹ് നബിയും സക്കറിയ അലൈഹിസ്സലാമും ആശാരിമാരായിരുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ കാന ബസ്സാസ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വസ്ത്ര വ്യാപാരിയായിരുന്നു, വസ്ത്ര കച്ചവടക്കാരനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇനി കേട്ടോളൂ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമോ പാത്രം നിർമ്മിക്കുന്ന ആളായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം പാത്രം ഉണ്ടാക്കുന്ന ആളായിരുന്നു സുലൈമാൻ നബി. അത് നമ്മൾ കോശവന്മാർ പണ്ടത്തെ കാലത്ത് ഞാൻ കോശവന്മാർ തന്നെ. ഇപ്പൊ മണ്ണിന്റെ പാത്രം ഉപയോഗിക്കാറില്ല, അത് നമ്മൾ മറ്റാളുകൾക്ക് കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം പാത്രം നിർമ്മിക്കുന്ന ആളായിരുന്നു. ഇനി കേട്ടോളൂ, മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം തുന്നൽ പണി ചെയ്യുന്ന ആളായിരുന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാം ടൈലറായിരുന്നു. ടൈലറിന്റെ അന്നത്തെ ഭാഷ പറഞ്ഞ തുന്നൽക്കാരനായിരുന്നു. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അങ്കി നിർമ്മിക്കുന്ന ആളായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം അങ്കി നിർമ്മിക്കും. അങ്കി നിർമ്മിച്ചിട്ട് കൊണ്ടുപോയി വിൽപ്പന നടത്തും. ഈ വിയർപ്പ് തലയിലേക്ക് ഇറങ്ങി കാണാൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്കി നിർമ്മിക്കുന്ന ആളായിരുന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നമ്മളങ്ങനെയാണോ തട്ടാമ്പണിയൊക്കെ വേറെ ആൾക്കാർക്ക് നമ്മൾ സ്വർണ്ണം ഇട്ടുള്ളൂ, തട്ടാമ്പണി എടുക്കില്ല. തട്ടാമ്പണി ഞാൻ പറഞ്ഞ് മനസ്സിലായി. സ്വർണ്ണപ്പണി നമ്മൾ തട്ടാമ്പണി എന്നല്ല പറയാം. സ്വർണ്ണപ്പണി അത് നമ്മളെടുക്കില്ല, അത് വേറെ ആൾക്കാർ ഓലപ്പണി. എന്നാൽ ലോകത്ത് എന്റെ അഭിപ്രായത്തിൽ ഇന്നിപ്പോ നമ്മളെ നാട്ടിലൊക്കെ സ്വർണ്ണം ഏറ്റവും ഉപയോഗിക്കലാണ്. പക്ഷെ പണി നമുക്ക് പറ്റില്ല. പണി പറ്റില്ലെങ്കിൽ പിന്നെ പണി കൊണ്ട് ഉണ്ടാക്കിയാണ് ഇങ്ങനെ തെറ്റല്. അങ്ങനെ പറ്റില്ല. ദാവൂദ് നബി അലൈഹിസ്സലാം അങ്കി നിർമ്മിക്കുന്ന ആളായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുകളെ മേയിച്ചിരുന്നു. ഹബീബായ റസൂൽ ആടുകളെ മേയിച്ചിരുന്നു. ഇതൊക്കെ പ്രവാചകന്മാർ ചെയ്ത പണിയാണ്. അതുകൊണ്ട് തന്നെ കൈത്തൊഴിൽ എന്ന് പറയുന്നത് ഉപജീവനത്തിന് ഏറ്റവും നല്ല വഴിയായി വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം യഅമലുൽ ഖഫാഫ വയബീഉഹാ വയഖുലു തമനഹാ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്കി നിർമ്മിക്കുകയും അത് വിൽപ്പന നടത്തുകയും അതിന്റെ വില അതുകൊണ്ട് അതിനോതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് ഉപജീവനം നടത്തുകയും ചെയ്യുന്ന ആളായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പൊ കൈത്തൊഴിലിന് വിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെ ഒരു തൊഴിൽ, ആ തൊഴിൽ സമൂഹത്തിന്റെ ആവശ്യകതകനുസരിച്ച് ആ തൊഴിലിന്റെ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന് കൃഷി, കച്ചവടം. കൃഷിയും കച്ചവടവും രണ്ടും ചേർത്ത് നോക്കുമ്പോൾ കച്ചവടത്തെക്കാൾ പ്രാധാന്യം കൃഷിക്കാണ് ഇസ്ലാം നൽകുന്നത്. ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിന്റെ ആവശ്യകതക്കനുസരിച്ച് തൊഴിലിന്റെ സ്ഥാനത്തിലും തൊഴിലിന്റെ പ്രാധാന്യത്തിൽ വ്യത്യാസമുണ്ടാകും. സമ്പാദനത്തിന്റെ മറ്റു രണ്ട് വഴികളാണ് കൃഷിയും കച്ചവടവും. ഇതിൽ ഏറ്റവും പ്രാധാന്യം വിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നത് കൃഷിക്കാണ്. എന്തുകൊണ്ടാ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കാൻ കാരണം? ഒന്ന്, കൃഷിയിലൂടെ ഒരു മനുഷ്യൻ നടത്തുന്നത് അയാളുടെ സ്വയം സമ്പാദനമല്ല. നല്ലപോലെ ശ്രദ്ധിക്കണം. കൃഷി ചെയ്യുന്ന അയാൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് അയാൾ കൃഷി ചെയ്യുന്നത്. ഒരാൾ നെല്ലുണ്ടാക്കുന്നു, നെല്ലുണ്ടാക്കലൊക്കെ ഇപ്പൊ നമുക്ക് മറന്നുപോയിട്ടുണ്ട്. ഒരാൾ നെല്ലുണ്ടാക്കുന്നു. അയാൾ നെല്ലുണ്ടാക്കുന്നത് അയാൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. അയാൾ നെല്ലുണ്ടാക്കുന്നതിലൂടെ അയാൾ മനുഷ്യന് വേണ്ട, മനുഷ്യനാവശ്യമുള്ള ഭക്ഷണം അവൻ ഉണ്ടാക്കുകയാണ്. മനുഷ്യനാവശ്യം എന്താ?
മനുഷ്യനാവശ്യം അതിൻ്റെ ഉള്ളിലുള്ള ധാന്യമാണ്, അരിയാണ്. അതവനെടുക്കുന്നു. ആ അരിയിൽ നിന്നുള്ള തകിട്, തവിട് തവിട് തകിട് എന്നല്ല എന്താണ് പറയുക, തവിട് എന്നല്ല, തവിട്. ആ തവിടോ പണ്ട് ഈ അടുത്ത കാലത്ത് ശാസ്ത്രീയ പഠനങ്ങൾ പിന്നെ പഠിപ്പിക്കുന്നത് തവിടൊന്നും കളയരുത്, തവിട് വളരെ ആവശ്യമാണ് മനുഷ്യ ശരീരത്തിന്. ഇപ്പോഴാണ് മനുഷ്യൻ പഠിച്ചത്. പണ്ടത് കുത്തി വെളുപ്പിക്കാറുണ്ട്, വെളുത്താൽ വല്ലാതെ വെളുപ്പില്ല. കാരണം എന്താ, അത്ര വെളുപ്പിക്കാൻ മനുഷ്യനെ കഴിയൂലേ, അത് വലിയ ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോ അതിന്റെ തവിട് പുറത്തെടുക്കാൻ നോക്കുക. ആ തവിട് കന്നുകാലികൾക്ക് ഉപകാരമാണ്. ചിന്തിക്കണം, നമ്മൾ നെല്ല് നമ്മൾ ഉണ്ടാക്കിയ ഈ നെല്ല് നമ്മൾ കൊയ്ത് നമ്മളത് കറ്റയിൽ നിന്ന് വേർപ്പെടുത്തി, അതിന്റെ പുല്ലിൽ നിന്ന് നമ്മൾ ധാന്യമണികൾ വേർപ്പെടുത്തിയിട്ട് ചാക്കിലാക്കി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയി വീട്ടിൽ വെക്കുന്നു. 5-6 മാസം കഴിഞ്ഞിട്ട് ആ നെല്ല് നമ്മൾ അരിയാക്കാൻ വേണ്ടി എടുത്തു നോക്കുമ്പോൾ ആ ചാക്കിലേക്കുണ്ട് ഉറുമ്പുകൾ ലൈനായി വന്നിരിക്കുന്നു. നമ്മൾ മാത്രമല്ല, ഉറുമ്പുകൾ അതിൽ നിന്ന് തിന്നുന്നു. നെല്ല് കൊയ്യുന്ന ദിവസം പാടത്ത് യഥേട്ടം കൊക്കുകൾ, കാക്കകൾ, പക്ഷികൾ, അവക്കതുകൊണ്ട് ഉപകാരമുണ്ടാകുന്നു. നെല്ല് നല്ല പോലെ വിളഞ്ഞു നിൽക്കുന്ന സമയം തത്തകൾ വന്ന് നെൽമണി കൊത്തിക്കൊണ്ടുപോയവ ഉപജീവനം നടത്തുന്നു. ഈ കർഷകൻ ചെയ്യുന്നത്, കർഷകൻ ഒരിക്കലും കർഷകൻ ഒരിക്കലും സ്വയമായി സ്വന്തത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാനും കഴിയില്ല. അയാൾ സ്വന്തത്തിന് വേണ്ടിയല്ല കഷ്ടപ്പെടുന്നത്. അയാൾ ചെയ്യുന്ന കൃഷിയിലൂടെ ഭൂമിയിലെ ഒരുപാട് അവക്കുള്ള ഭക്ഷണം എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം കച്ചവടത്തെക്കാൾ കൃഷിക്കാണ്. രണ്ടോ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യഗ്റുസു ഗർസ, ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്ന മുസ്ലിം, ഔ യസ്റഉ സറഅ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന മുസ്ലിം, ഫയഖുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ, അയാൾ ചെയ്ത കൃഷിയിൽ നിന്ന് മനുഷ്യനോ അല്ലെങ്കിൽ പക്ഷിയോ അതിൽ നിന്ന് തിന്നുന്നു, ബഹീമ അല്ലെങ്കിൽ മൃഗങ്ങൾ, ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, അത് അയാൾക്ക് സ്വദഖയായി മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒറ്റൊരാൾ മാവിന്റെ തൈ വെച്ച് പിടിപ്പിച്ചു, 5 മാങ്ങ ഉണ്ടായിരുന്നു, ചെറിയ തൈയാണ്. വലിയ ആരംഭത്തിൽ അത് പോറ്റി ഇങ്ങനെ കൊണ്ടുവരാം. ഒരു ദിവസം കല്യാണത്തിന് പോയി തിരിച്ചു നോക്കുന്ന സമയത്തുണ്ട് ആ മാങ്ങ കാക്ക കുത്തി തിന്ന് അണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നു. കാക്കയെ ആക്ഷേപിക്കണ്ട, കൂലിയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ കർഷകന്റെ നിലപാടതാണ്. രണ്ടാമത്തെ കാര്യം, കർഷകൻ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഭാവി അല്ലാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൻ കൃഷി ചെയ്യുന്നത്. ഒരു വാഴത്തൈ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ അത് ഉണ്ടായി കൊലക്കണമെന്നൊന്നുമില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഊന്നിയിടുക. മുളച്ച് ഉണ്ടായി, കൊലയായ കൊലയായി. അതിൻ്റെ ഇടയ്ക്ക് മഹാളിയാവാം, 1000 തൂമ്പ് വരാം, അതിൻ്റെ ഇടയ്ക്ക് പലതും വരാം. കൊല ഇങ്ങനെ പുറത്തു ചാടിയപ്പോഴാണ് ഒടിഞ്ഞു മുറിഞ്ഞ് വീണു പോകാം, കാറ്റടിച്ചപ്പോൾ അത് ഇല്ലാതെയാകാം, ഒക്കെ ആകാം. അതുകൊണ്ട് തന്നെ കർഷകൻ കൃഷി ചെയ്യുന്ന ആൾ തവക്കുലോടുകൂടെയാണ് കൃഷി ചെയ്യുന്നത് എന്നതുകൊണ്ട് കച്ചവടത്തെക്കാളും പ്രാധാന്യം കൃഷിക്കാണ്. ഈ 2 കാരണം പറഞ്ഞുകൊണ്ട് പറയുന്നു, കൃഷിക്കാണ് കച്ചവടക്കാലത്തേക്കാളും വലിയ സ്ഥാനം. പിന്നെ മറ്റു കൈത്തൊഴിലുകൾ, ഏറ്റവും സ്ഥാനം കൃഷിക്കാണ്. അത് കഴിഞ്ഞാൽ കൈത്തൊഴിലുകൾ തന്നെ ബുദ്ധി ഉപയോഗിക്കേണ്ടവയും ബുദ്ധി ഉപയോഗിക്കേണ്ടാത്തവയുമുണ്ട്. ബുദ്ധി ഉപയോഗിക്കേണ്ടവർക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ടവയേക്കാൾ സ്ഥാനം കൂടുതലാണ്. ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു പോവുകയാണ്. പിന്നെയോ അനുവദനീയമല്ലാത്ത ജോലികളുണ്ട്. ശ്രദ്ധിക്കണം, അനുവദനീയമല്ലാത്ത ജോലികൾ, നിരുത്സാഹപ്പെടുത്തേണ്ട കൈത്തൊഴിലുകൾ. അനുവദനീയമല്ലാത്ത ജോലി, നിരുത്സാഹപ്പെടുത്തേണ്ട കൈത്തൊഴിലുകൾ, കറാഹത്തായ സമ്പാദന വഴികൾ. ഏതൊക്കെ കേട്ടോളൂ, ഒറ്റടിക്ക് ഞാൻ പറഞ്ഞു തരാം. മനുഷ്യവർഗത്തിന് ഹാനികരമായ ഏത് ജോലിയും ഏത് കച്ചവടവും നിഷിദ്ധമാണ് എന്റെ പ്രിയമുള്ള സഹോദര. മനുഷ്യ സമൂഹത്തിന് ഹാനികരമായത്, ഉദാഹരണങ്ങൾക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ സദാചാരങ്ങൾക്ക് യോജിക്കാത്തവ, കളവ് പറഞ്ഞുകൊണ്ടും കൊള്ള ചെയ്തുകൊണ്ടും പിടിച്ചു പറിച്ചുകൊണ്ടും സമ്പാദിക്കുന്നത്,
വ്യഭിചാരം, മദ്യനിർമ്മാണം, വ്യാപാരം, വ്യവസായം, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള തൊഴിലുകൾ. വ്യഭിചാരം, മദ്യനിർമ്മാണം, മദ്യമുണ്ടാക്കുക, ഇതുമായുള്ള വ്യാപാരം, വ്യവസായം, ഇതുമായൊക്കെ ബന്ധപ്പെട്ട എല്ലാ ജോലികളും. അതേപോലെ മ്യൂസിക്, പണി മോശമാണ്, ആ സമ്പാദനം ഹറാമാണ്. രാഗം, മോശപ്പെട്ട പാട്ടുകൾ പാടുക, മോശപ്പെട്ട പാട്ടുകൾ പാടിയിട്ട് അതിലൂടെ പണം സമ്പാദിക്കുക ഹറാമാണ്. സംശയമുണ്ടോ? ഹറാമായ, മോശമായ, ലൈംഗികമായ തീക്ഷ്ണത വരുത്തുന്ന, ലൈംഗികത നിറഞ്ഞു കിടക്കുന്ന പാട്ടുകൾ പാടുക, എന്നിട്ടതുകൊണ്ട് പണം സമ്പാദിക്കുക. എങ്ങനെ മംഗലത്തിന്റെ എങ്ങനെ മംഗല വീടുകളിൽ പാട്ട് പാടാൻ ആളെ വിളിക്കുന്നത്? ആ കൊടുക്കുന്ന പൈസ ഹറാമല്ലേ? വാങ്ങുന്നവൻ വാങ്ങുന്നത് ഹറാമല്ലേ? ഹറാമായ സമ്പാദനം, ആ പണം അകത്താക്കുന്നത് റബ്ബിനിഷ്ടമല്ല. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പണിക്കെങ്ങനെ നമ്മൾ കൂട്ടു നിൽക്കുന്നത്? അള്ളാന്റെ മുമ്പെന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ റബ്ബ് സമ്മതിക്കുകയില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യസ്അല അൻ ഉംരിഹി ഫീമാ അഫനാ വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബ വഫീമാ അൻ ഇൽമിഹി ഫീമാ ഫഅല ഫീഹി വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബ വഫീമാ അൻഫഖ വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ. അല്ലാഹ് തന്ന സ്വത്തിനെ കുറിച്ച് ചോദിക്കും, എങ്ങനെ സമ്പാദിച്ചു, എന്തിന് ചെലവഴിച്ചു. ഇപ്പൊ പറയുന്ന പഠിച്ചവൻ എന്നെ മംഗലം കഴിച്ചപ്പോൾ പാട്ടുകൾക്ക് വിഷമിക്കുന്നു. ഹറാമാണ് ആ സമ്പാദനം. ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിഹിതങ്ങൾ ഹറാമാണ്. അതുമൂലമുണ്ടാകുന്ന രക്തം ഹറാമായ രക്തമാണ്. തലമുറകളോളം അതിന്റെ മോശത്തരങ്ങൾ നിലനിൽക്കും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ പറഞ്ഞ സമ്പാദനങ്ങളൊക്കെ നിഷിദ്ധ. ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞ. രണ്ടാമത്തതോ നജസും. ഞാൻ ഇത് പറയുമ്പോൾ ഓർത്തു പോണത്, എൻ്റെ അടുത്തൊരു സുഹൃത്ത് വന്ന് പറഞ്ഞതാ. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ദുബായിൽ പോയതാ കഴിഞ്ഞ ആഴ്ച. ഒരാഴ്ച ഞാൻ ജോലി ചെയ്തുള്ളൂ, ഞാൻ തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു എന്തേ? എന്നോട് പറഞ്ഞു നല്ല ശമ്പളമുണ്ട്, 35,000. പക്ഷെ എനിക്ക് എൻ്റെ ആ ജോലി സമ്മതിക്കാൻ, എൻ്റെ ആ ജോലി ചെയ്യാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. എന്നോട് പറഞ്ഞു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു എൻ്റെ പണി. 5 സ്റ്റാർ ഹോട്ടലിലാണ്, 35,000 രൂപ ശമ്പളമുണ്ട്. പക്ഷേ ഹോട്ടൽ ഇവരെന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം മദ്യവും വിളമ്പി കൊടുക്കണം. ഒരാഴ്ച ഞാൻ ആ ഹോട്ടലിൽ നിന്നത് എന്റെ റബ്ബെന്നെ എന്ത് രീതിയിലുള്ള പരീക്ഷണമാണ് പരീക്ഷിച്ചതെന്ന് കരുതി കരഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓണറോട്, എനിക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നതാണ്. ഞാൻ വിസക്ക് കൊടുത്ത പണം പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് കേട്ടോളോ, കറാഹത്തായ സമ്പാദനം തൊഴിലുകളിൽ പെട്ടതാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷയില്ലാത്തതും. കറാഹത്തായ തൊഴിലുകളുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഏതാണത്? അവ നജസുമായി നേരിട്ട് ബന്ധം പുലർത്തുന്നവ. നജസുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന പണി കറാഹത്താണ്. ഉദാഹരണത്തിന് സെപ്റ്റിക് ടാങ്ക് ഊര, അതൊരു തൊഴിലാണ്. പക്ഷേ നജസുമായി നേരെ ബന്ധപ്പെടുന്നതാണ്, നേരെ ബന്ധം പുലർത്തുന്നവയാണ്. അതുകൊണ്ടത് കറാഹത്താണ്. അതേപോലെ തൂപ്പുപണി, പ്രകൃതി ചികിത്സാ മുറകളായ കൊമ്പ് വെക്കൽ, അതേപോലെ കൊത്തിവെക്കൽ. പണ്ടത്തെ ഒരു ചികിത്സാ രീതിയാണ്. കൊമ്പ് വെക്കുക, തലേന്ന് മോശപ്പെട്ട രക്തം എടുക്കുക. കൊത്തിവെക്കൽ രക്തവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. രക്തം, മലം, മൂത്രം എന്നിവയുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന ജോലികൾ, ഇവയിലൂടെ ഒക്കെ ഉണ്ടാകുന്ന വരുമാനം കറാഹത്താണ്. രക്തം, മലം, മൂത്രമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടുള്ള പണി എന്താ? ഇന്ന് നമ്മളെ സമാധാനത്തിൽ ഡീസന്റുള്ള പണിയാണ്. ലാബ് കൊടുങ്ങ. രക്തം, കഫം, മലം, മൂത്രം ഇവയുമായൊക്കെ ബന്ധപ്പെട്ട് നജസുമായി നേരിട്ട് ബന്ധമുള്ള ജോലി കറാഹത്താണ്. നമുക്ക് വലിയ ഡീസന്റ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ പണിയൊക്കെ നമുക്ക് മോശമാണ്. ഇതൊക്കെ വലിയ ഡീസന്റ് പണി. രക്തവുമായി നേരിട്ട് ബന്ധമുള്ളതാണ്.
മൂന്നാമത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടവ, മനുഷ്യ ഹൃദയത്തെ കഠിനമാക്കി കളയുന്ന, ദയാകാരുണ്യം തുടങ്ങിയവ നശിപ്പിക്കുകയും ചെയ്യുന്നവ, അത്തരത്തിലുള്ള കൈത്തൊഴിലുകൾ നിരുത്സാഹപ്പെടുത്തേണ്ടവയാണ്. അതിൽപ്പെട്ടതാണ് അറവ്. അത് മനുഷ്യ ഹൃദയത്തെ കഠിനമാക്കി കളയും. അതുകൊണ്ട് അത് നിരുത്സാഹപ്പെടുത്തപ്പെടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ തീരത്ത് എന്താണ് അത് ജോലിയായിട്ട് സ്വീകരിക്കാം. മനസ്സിലായോ? ശരി, മൃഗങ്ങളൊക്കെ തിന്നണം, മറക്കണ്ടേ? തിന്നണമെങ്കിൽ നമ്മളെ ആവശ്യത്തിന് നമ്മൾ ഇറക്കാം. നേരെ മറിച്ചത് തൊഴിലായിട്ട് സ്വീകരിക്കാം. അതാണ് പറഞ്ഞത്. പിന്നെയോ നാലാമത്തെ രീതി തീർത്തും ബുദ്ധിശൂന്യമായ ജോലികൾ. ഉദാഹരണത്തിന് വിറക് ചുമട് കൊണ്ടുപോവാ, ബുദ്ധി തീരെ ആവശ്യമില്ലാത്ത ജോലികൾ. അതിനേക്കാളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് ബുദ്ധി ഉപയോഗപ്പെടുത്തപ്പെടേണ്ട തൊഴിലുകളാണ്. പിന്നെയോ 5 മനുഷ്യാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ജോലികൾ, മനുഷ്യ ബഹുമാനത്തോട് അനീതി കാണിക്കുന്ന ജോലികൾ. ഉദാഹരണത്തിന് കാവൽ നിൽക്കുക. ഒരാൾക്ക് കാവലായി നിൽക്കുക എന്നാൽ ഞാൻ കാവൽക്കാരനെന്നാൽ എന്റെ ഒരു അഭിമാനത്തിന് ക്ഷതാണല്ലോ. അതുകൊണ്ട് അതൊക്കെ കഴിയുമെങ്കിൽ പരമാവധി ഒഴിവാക്കിയിട്ട് അല്ലാത്ത മേഖലയിലേക്കാണ് മക്കളെ തിരിച്ചുവിടേണ്ടത്. ഇനി അനുവദനീയമായ ജോലികൾ 3 രീതിയിലാണ്, ശ്രദ്ധിച്ചോളൂ. ഒന്ന്, സ്ത്രീകളിൽ മാത്രം പരിമിതമായത്. അനുവദനീയമായ ജോലികൾ 3 രീതിയിൽ. ഒന്ന്, സ്ത്രീകളിൽ മാത്രം പരിമിതമായത്. സ്ത്രീകളിൽ മാത്രം പരിമിതമായത് ഏതാ? ഒന്ന്, പ്രസവ ശുശ്രൂഷ. 2, മുലയൂട്ടുക. പ്രസവ ശുശ്രൂഷ ചെയ്യേണ്ടത് സ്ത്രീയാണ്, ആണല്ല. അപ്പൊ ഗർഭിണി കൊണ്ടുപോയി കാണിക്കേണ്ടത് ആണനല്ല, ലേഡി ഡോക്ടറെ, പെണ്ണത് ചെയ്യണം. പിന്നെയോ മുലയൂട്ടൽ. മുലയൂട്ടുക പണ്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മുടെ നാട്ടിലെ ഇല്ലാത്തൊന്നും മനസ്സിലാവില്ല. കുട്ടി ജനിച്ചാൽ കുട്ടിയെ ഉമ്മ മുല കൊടുക്കുന്നതിന് പകരം മുല കൊടുക്കാൻ വേറെ ആരെങ്കിലും സ്ത്രീകളെ കണ്ടെത്തിയിട്ട് അവർ മുല കൊടുക്കും. അവർക്ക് അതിന് പണം കൊടുക്കും. ഇപ്പൊ മുലയൂട്ടുക എന്നുള്ളത് സമ്പാദനത്തിന്റെ വഴിയാണ്. സ്ത്രീകളിൽ മാത്രം പരിമിതമാകുന്നതാണ്. 2, പുരുഷന്മാരിൽ മാത്രം പരിമിതമായവ. നല്ല കേട്ടോളൂ. പുരുഷന്മാരിൽ മാത്രം പരിമിതമായത് എന്താ? 1, പൊതുസ്ഥലത്തെ വ്യാപാരം. പുരുഷന്മാരിൽ മാത്രം നിശ്ചിതമായ ജോലി എന്നെടുത്ത് ഒന്ന് പറഞ്ഞത് പൊതുസ്ഥലത്തെ വ്യാപാരം എന്നാണ്. അപ്പൊ പിന്നെ പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കലോ? സുബ്ഹാനല്ലാഹ്, പണ്ടൊരു മഹാൻ കഴിഞ്ഞുപോയി. പണ്ട് ബസ്സൊക്കെ വന്നേതോ കാലത്ത് ഒരു പെണ്ണ്, ഒരു അമുസ്ലിമായ സ്ത്രീ ബസ്സിന് കൈ കാണിക്കുന്നത് കണ്ടപ്പോ അയാൾ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, പഠിച്ചോനെ, ബത്തുനുൽ അർളി ഖൈറും മിൻ ലഹ്രിഹാ. ഭൂമിയുടെ അന്തർഭാഗമാണ് ഭൂമുഖത്തേക്കാൾ നല്ലതെന്ന് പറഞ്ഞയാൾ ആശ്ചര്യപ്പെട്ടു പോയത്. ഇന്ന് പെണ്ണ് ബസ്സിന് കൈ കാണിക്കല്ല, ബസ് ഓട്ടല്ല, കണ്ടക്ടറും അല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ വരെ വലിയ വലിയ പാറത്തട്ട താത്താര് വന്നിട്ടാ പ്രസംഗിക്കണം. താത്താർ ഇങ്ങനെ പ്രസംഗിക്കണ്, മുമ്പിൽ ഇങ്ങനെ താത്താര് പറത്തിട്ടോളിരിക്കണ്, ചുറ്റുപാത്തു ആണുങ്ങൾ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ ഉണ്ടാവും. അതും ദീനാണല്ലോ, അതും ദീനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. പൊതുസ്ഥലത്തെ വ്യാപാരം പുരുഷന്മാരിൽ മാത്രം നിക്ഷിപ്തമായതാണ്. കേട്ടോളൂ, മനസ്സുള്ളവരുണ്ടെങ്കിൽ കേട്ടോളൂ. ഈ ഭൂമി റബ്ബിൻ്റെതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടവും അഭീഷ്ടവുമാണ് ഭൂമിയിൽ നടത്തേണ്ടതെന്ന് ബോധമുള്ളവർ കേട്ടോളോ. അല്ലാത്തവർ തോന്നിയ പോലെ നടന്നോളോ. ഇത് രണ്ടും വേർതിരിക്കപ്പെടുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട്. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ പുരുഷന്മാരിൽ മാത്രം നിക്ഷിപ്തമായവ: 1 പൊതുസ്ഥലത്തെ വ്യാപാരം, 2 കൃഷി, 3 ഭരണാധികാരം. നമ്മളെ താത്താർക്കൊക്കെ മത്സരിക്കാൻ ഒരു പൂതിയാണ്. MLA ആയിട്ട് ആ കസാലയിലൊന്ന് പോയിരിക്കാൻ എന്തൊരു പൂതിയാണ്. നാടിന് വേണ്ടി വാദിക്കാൻ. എന്റെടോ
ലോകത്ത് കടന്നുപോയ 1,24,000-ഓളം പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ ആയി ഒരു പെണ്ണിനെ അള്ളാഹു പറഞ്ഞയച്ചു? ജി ഖുർആനും ഹദീസൊക്കെ അങ്ങനെ പറയില്ലേ? നീ ഖുർആനും ഹദീസൊക്കെ അങ്ങനെ പറയുന്നില്ലേ? ചിന്തിക്കൂ നിങ്ങൾ. ഭരണാധികാരം പുരുഷനിൽ മാത്രം നിക്ഷിപ്തമാകേണ്ടവയാണ്. അതേപോലെ ഖാദിയാവുക എന്നത്, വിധികർത്താവുക എന്നത് പുരുഷന് മാത്രം, അവന് മാത്രം നിക്ഷിപ്തമായ ജോലിയാണ്. മൂന്നാമത്തെ ജോലിയോ 2 പേർക്കും നിർവഹിക്കാൻ പറ്റാവുന്നവ. അതേതാണ്? വീടിന്റെ അകത്തളങ്ങളിൽ ജോലി ചെയ്ത് വീടിന്റെ ഭരണത്തിൽ ഭർത്താവിനെ സഹായിക്കുക. അത് സ്ത്രീക്കും പുരുഷനും 2 പേർക്കും കൂടെ സംഗമിച്ച് ചെയ്യാവുന്നതാണ്. വീടിന്റെ അകത്തളത്തിൽ വെച്ച് സ്ത്രീ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുക. എന്താണത്? രാവിലെ റൊട്ടി ഉണ്ടാക്കുക, ഭർത്താവിൻ്റെ അടുത്ത് കടയിൽ കൊടുത്തേക്കാം, മൂപ്പരെ വിറ്റിട്ട് പൈസ ഇട്ട് വരിക, സാധനം വാങ്ങിയിട്ട് വേദനയാണ്. വീടിന്റെ അകത്തളത്തിൽ വെച്ച് സ്ത്രീ ജോലി ചെയ്യുക. വേറെ പരസ്യമായി പൊതുരംഗങ്ങളിൽ വരുന്നത് ഇസ്ലാം കർശനമായി നിരോധിക്കുകയാണ്. ഹലാലായ സമ്പാദനങ്ങളുടെ 6ാമത്തെ വഴി ഏതാണ്? 6ാമത്തെ വഴി അനന്തരാവകാശമാണ്. ലിർരിജാലി നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബുൻ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളിൽ നിന്ന് അനന്തരമായി കിട്ടുക സമ്പാദനത്തിന്റെ 6ാമത്തെ വഴിയാണത്. വാപ്പായുമാരി കത്തി വെട്ടിച്ചു വാങ്ങാമല്ലോ. വാപ്പയും ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം അവരുടെ അനന്തരമായി കിട്ടുക, അത് സമ്പാദനത്തിന്റെ ഹലാലായ വഴിയാണ്. 7 കേട്ടോളൂ, സമയം തീരുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. 7 വസിയത്തിലൂടെ കിട്ടുന്ന പണം. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ ജീവിതകാലത്ത് തന്നെ അയാൾ മരണപ്പെട്ടാൽ ഇന്നയാൾക്ക് ഇത്ര നൽകണം എന്ന് വസിയത്ത് ചെയ്യുക. അനന്തരല്ല, അത് വസിയത്താണ്. അത് സ്വന്തം മക്കളല്ലാതെ രക്തബന്ധമുള്ളവർക്കോ അടുത്ത കുടുംബക്കാർക്കോ പരിശുദ്ധ ദീനിന്റെ കാര്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യുക. അങ്ങനെയെങ്കിൽ സ്വത്തിന്റെ 1/3 നിന്നായിരിക്കണം ആ വസിയത്ത്. സ്വത്തിന്റെ മുഴുവൻ ഭാഗവും വസിയത്ത് ചെയ്യരുത്. ഭാര്യയോടും മക്കളോടും കൂടി ദേഷ്യം പിടിച്ചിട്ട് ഒന്നായിട്ട് പള്ളിക്കരി കൊടുത്തു വസിയത്ത് ചെയ്തു. പിന്നെയോ 1/3 ചെയ്യാവൂ വസിയത്ത്. വസിയത്ത് അനുവദനീയമായ മാർഗത്തിലൂടെയുള്ള സമ്പാദനമാണ്. ഇവിടെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വസിയത്തിന് പകരം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മക്കൾക്ക് എഴുതി കൊടുക്കുക. എന്നാ എന്ത് ചെയ്യണം? എല്ലാ മക്കൾക്കും കൊടുക്കുന്നതിൽ തുല്യമായി നീതി പാലിക്കേണ്ടതാണ്. കണ്ണൂർക്കാരോട് വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യത്തെ മോളെ ദേശം നിങ്ങളുടെ നാട്ടിലാണ് സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ ഒന്ന് തന്നെ നിങ്ങളെ ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കും, നിങ്ങളെ ഭക്ഷണമാണോ ഞാൻ കഴിക്കുന്നത്. ആദ്യത്തെ മോക്ക് 25 സെന്റ്, 2ാമത്തെ മോക്ക് 35, 3ാമത്തെ മോക്ക് ഒരു 18. അതിന്റെ പുതിയാപ്പിള അത്ര ഗുണം പോരാ. 4ാമത്തെ മോക്ക് 16 സെന്റ്. 5ാമത്തോളം പുതിയാപ്പിള കുറച്ച് ഉഷാറാണ്, നല്ല പാന്റും കോട്ടും ഒക്കെ ഇട്ടിട്ട് അവര് വന്നേ. മൂപ്പർക്ക് എന്താ പ്രത്യേകത? മൂപ്പർക്ക് 1 ഏക്കർ സ്ഥലമുണ്ട് കണ്ണൂർ നാഷണൽ ഹൈവേയുടെ ചേർന്നിട്ട്. അതാ പുതിയാപ്പിളുടെ പ്രത്യേകത. അതുകൊണ്ട് അയാൾക്കൊരു 50 സെന്റ്, മകൾക്കൊരു 50 സെന്റ്. അനീതിയാണ് ചെയ്തു പോകരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു തന്റെ മകനായ നുഅ്മാനെയും എടുത്തുകൊണ്ട് വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് നുഅ്മാനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ബശീർ റളിയല്ലാഹു അൻഹു, പുണ്യ പ്രവാചകരെ, എന്റെ മോനോട് വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് എന്റെ സ്വത്ത് ഞാൻ എന്റെ മകന് കൊടുക്കുകയാണ്. ഉടനെ റസൂൽ ചോദിച്ചു, നിനക്ക് ഈ മോൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചല്ലാന്ന്, നീ ആ മക്കൾക്കൊക്കെ ഇതുപോലെ കൊടുത്തോ? അപ്പം പറഞ്ഞു, ഇല്ല നബിയെ, എനിക്ക് ഈ മോനോട് വല്ലാത്ത ഇഷ്ടമാണ്. റസൂൽ പറഞ്ഞതറിയോ, ഈ അനീതിക്ക് എന്നെ നീ സാക്ഷി നിർത്തരുത്, ഈ അനീതിക്ക് നീ എന്നെ സാക്ഷി നിർത്തരുത്. റസൂൽ ചോദിച്ചു, നിന്റെ എല്ലാ മക്കളും നിന്നെ ഒരുപോലെ സ്നേഹിക്കണമെന്ന് നീ ഇഷ്ടപ്പെടുന്നില്ലേ? അതുണ്ട് നബിയെ. റസൂൽ പറഞ്ഞു, നിന്റെ എല്ലാ മക്കളും നിന്നിൽ നിന്ന് തുല്യ നീതി പ്രതീക്ഷിക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ജീവിതകാലത്ത് കൊടുക്കണോ മക്കൾക്കിടയിൽ
നീതി പാലിക്കേണ്ടതാണ് മാതാപിതാക്കൾ. അപ്പൊ വസിയ്യത്ത് എന്ന് പറയുന്നത് സമ്പാദനത്തിന്റെ ഒരു വഴിയാണ്. ഇങ്ങനെ പ്രധാനമായി വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ഏഴാമത്തെ വഴി കച്ചവടം, ഏഴാമത്തെ വഴി വസിയ്യത്ത്, എട്ടാമത്തെ വഴി കച്ചവടം. കച്ചവടം സമ്പാദനത്തിന്റെ ഏറ്റവും നല്ല വഴിയാണ്. കൃഷി കഴിഞ്ഞാൽ, കൈത്തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യം കച്ചവടത്തിനാണെന്ന് പറഞ്ഞവരുണ്ട്, മറിച്ചു പറഞ്ഞവരുമുണ്ട്. അഭിപ്രായ വ്യത്യാസത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. അല്ലാഹു കച്ചവടം ഹലാലാക്കുകയും പലിശയെ അല്ലാഹു ഹറാമാക്കുകയും ചെയ്തു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിസ്അതു അശാരിൽ റിസ്ഖ് ഫി തിജാറ. മനുഷ്യ സമൂഹത്തിൽ ഭക്ഷണത്തിന്റെ 9 കച്ചവടത്തിൽ നിന്നാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ കാര്യം മനസ്സിലാവും. 10-9% കച്ചവടവുമായി ബന്ധപ്പെട്ട ജോലിയാണ് ഉപജീവന മാർഗത്തിൽ പ്രധാനമായത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10-6 പേരും കച്ചവടക്കാരായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാ, ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാ. ആ 10-6 പേരും കച്ചവടക്കാരായിരുന്നു. അതുകൊണ്ട് കച്ചവടത്തിന് വലിയ സ്ഥാനമുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത്താജിറു സ്വദൂഖുൽ അമീൻ മഅശ്ശുഹദാഇ യൗമൽ ഖിയാമ. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആൾ, കച്ചവടക്കാർക്ക് വലിയൊരു സന്തോഷ വാർത്തയാണ്. അത്താജിറു സ്വദൂഖുൽ അമീൻ, സ്വാദിഖുൽ അമീൻ അല്ല, അത്താജിറു സ്വദൂഖുൽ അമീൻ, നിർമ്മല സത്യം പറയുന്നയാൾ. അൽ അമീൻ, വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ ഒരു കള്ളത്തരം പോലും പറയാതെ, ഒരു കള്ളത്തരം പോലും മറച്ചു വെക്കാത്ത നിർമ്മല സത്യം പറയുന്ന കച്ചവടക്കാരൻ. ഖിയാമത്ത് നാളിൽ അവന്റെ സ്ഥാനം ശുഹദാക്കളോടൊപ്പമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന അബൂബക്കർ മിൻ അത്ജരി ഖുറൈശ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുറൈശികളിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു. ഹത്താ ദഖല ഫിൽ ഇമാറ. അങ്ങനെ മഹാനവറുകൾ പിന്നെ ഭരണകാര്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ കച്ചവടക്കാർ അങ്ങോട്ട് കൊണ്ടുപോയി പോയി. നാളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷയം അല്ലാഹു തൗഫീഖ് ചെയ്താൽ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കച്ചവടം സമ്പാദ്യത്തിന്റെ ഏറ്റവും നല്ല വഴിയാണ്. ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകാം, അവസാനിപ്പിക്കുകയാണ്. കച്ചവടത്തിൽ കള്ള സത്യം ചെയ്യുക എന്നത് കച്ചവടത്തിലെ ഹറാമായ സമ്പാദനമാണ്. കള്ളം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാം, ഹറാമാണ് സമ്പാദനം. അത് മക്കൾക്ക് കൊടുത്തോ, കുട്ടികൾ തിന്നുന്നത് ഹറാമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി പറയുന്നു, തലാത്തൻ 3 വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം. അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല, വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുകയില്ല, വലാ യുസക്കീഹിം, അവരെ അല്ലാഹു തസ്കിയത്ത് ചെയ്യുകയും ചെയ്യുകയില്ല. തസ്കിയത്ത് ചെയ്യൂല എന്നല്ല, ഒരു നന്നാവൂല എന്നതിന്റെ അർത്ഥം. നല്ലോണം ശ്രദ്ധിക്കണേ, ഒരു നന്നാവൂല, നന്നാവാറുള്ള വഴി അവരുടെ മുമ്പിൽ ഉണ്ടാവൂല. ആരാണവർ? വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആരാണത്? ഖാല അബൂ ദർ റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഖാബൂ വഖസിറു, വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയവരാണല്ലോ അവർ. മൻഹും യാ റസൂലല്ലാഹ്, ആരൊക്കെയാണ് നബി അതെന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാൻ വൽ മുൻഫിഖു സിഅതഹു ബിൽ ഹൽബിൽ കാദിബ്. അൽ മുസ്ബിലു, ഒന്ന് നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കി കൊടുക്കുന്ന ആളാണ്. വൽ മന്നാനോ, ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറയുന്ന ആളാണ്. മൂന്നാമത്തെ ആൾ വൽ മുൻഫിഖു സിഅതഹു ബിൽ ഹൽബിൽ കാദിബ്, കള്ളസത്യം പറഞ്ഞിട്ട് സാധനങ്ങൾ ചെലവഴിക്കുന്ന ആളാണ്. കള്ളസത്യം പറഞ്ഞിട്ട് സാധനങ്ങൾ വിറ്റഴിക്കുന്നയാൾ അല്ലാഹ് മഹ്ശറയിൽ അവന്റെ മൂത്തുക്ക് പോലും നോക്കൂല. ഹറാമാണ് ആ സമ്പാദനം. ശ്രദ്ധിക്കണം, ഹലാലേത് ഹറാമേത്.
ഇസ്ലാമിലെ സാമ്പത്തികമായ വ്യവസ്ഥയുടെ അടിത്തറ എന്താ? ഹലാലും ഹറാമും വേർതിരിച്ചാവണമെന്നാണ്. അതാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ. ഹലാലും ഹറാമും വേർതിരിക്കണം. ഹലാലെ സമ്പാദിക്കാവൂ, ഹറാമ് മാറ്റി നിർത്തണം. റസൂലുള്ള വീണ്ടും പറയുന്നു, അടക്കത്തിലും തൂക്കത്തിലും കുറവ് വരുത്തിയുള്ള സമ്പാദനം ഹറാമാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ലിഅസ്ഹാബിൽ കൈലി വൽ മീസാൻ, കച്ചവടക്കാരോട് റസൂലുള്ള പറഞ്ഞു, ഇന്നകും ഖദ് ബുല്ലീതും അംറൈനി ഹുവ ഹലകത ഫീഹൽ ഉമമുസ് സാബിഖ ഖബലകും, നിങ്ങൾ മുൻകഴിഞ്ഞു പോയ സമുദായം നശിക്കാൻ ഇടവന്ന രണ്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് നിങ്ങളെന്ന് കച്ചവടക്കാരോട് റസൂലുള്ള പറയാറുണ്ടായിരുന്നു. കച്ചവടക്കാരോട് റസൂലുള്ള പറയല്, മുൻകാല സമുദായം നശിച്ചു പോകാൻ കാരണമായ രണ്ട് കാര്യം ഏറ്റെടുത്ത ആൾക്കാരാണ് നിങ്ങൾ. അത് അളത്തത്തിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക എന്നതാണ്. അളത്തത്തിലും തൂക്കത്തിലൊക്കെ കൃത്യത പാലിക്കൽ ഒഴിവായി പോയാൽ ഹറാമാകും സമ്പാദനം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ റസൂലുള്ളാഹിന്റെ കാലത്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഗ്രാമവാസികൾ ടൗണിലേക്ക് സാധനങ്ങളായിട്ട് വരുമ്പോൾ ഈ ഗ്രാമവാസികൾക്ക് ടൗണിൽ ഈ സാധനത്തിന്റെ വില എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ ടൗണിൽ ജീവിക്കുന്ന ആളുകൾ എന്താവും, നേരെ അവരിങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് അവരടുത്ത് പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങും തുച്ഛം വിലക്ക്. എന്നിട്ട് അത് അവരെന്ത് ചെയ്യും, അങ്ങാടിയിൽ കൊണ്ടുവന്ന് നല്ല വിലക്ക് വിൽക്കും. എന്നിട്ട് ലാഭം പോയി. മനസ്സിലായോ? അങ്ങാടിയിലെ നിലവാരം അറിയാൻ ഗ്രാമവാസികൾക്ക് അവർ അവസരം കൊടുത്തില്ല. അങ്ങനെ അവർ കച്ചവടം ചെയ്തപ്പോൾ റസൂലുള്ള അവരെ നിരോധിച്ചു. പറഞ്ഞു, ചെയ്യരുത്, പറ്റിക്കല, ഹറാമാണ് ആ സമ്പാദനം. ഞാൻ എന്തിനാ കച്ചവടം പറഞ്ഞു തന്നെ, ആ കോലത്തിലെ പല മോഡൽ കച്ചവടങ്ങളൊന്നും ഉണ്ടാവും, സാധ്യത ഉണ്ട്. ഹറാമാണ് ആ സമ്പാദനം മുഴുവൻ നിഷിദ്ധമാണ്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ള വീണ്ടും പറഞ്ഞു, അൻ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ അർബാൻ, അഡ്വാൻസ് തിരിച്ചു കൊടുക്കൂല എന്ന് പറയുന്ന കച്ചവടങ്ങൾ നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അങ്ങനെ സമ്പ്രദായം ഉണ്ട്. കച്ചവടം നടത്താൻ അഡ്വാൻസ് കൊടുത്തു, 1 ലക്ഷം രൂപ കൊടുത്തു. 11ാമത്തെ ദിവസം അവന് അത്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ കഴിയില്ല. ആ ഡേറ്റ് കഴിഞ്ഞോ ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, നമ്മളെ കച്ചവടം ചെയ്യുന്നു, ആ സ്ഥലം ഞങ്ങളാക്കി വിൽക്കുന്നു, എന്നാൽ എൻ്റെ പൈസ ഉണ്ടാകുന്നു, എൻ്റെ പൈസ നീ ഈ പിന്നെ മാർച്ച് മാസം പൈസ തരാമെന്ന് പറഞ്ഞല്ലേ, നീ തന്നില്ല, എൻ്റെ അടുത്തല്ലല്ലേ തകരാറ്, അതുകൊണ്ട് പൈസ തിരിച്ചു തന്നെ പരിപാടിയില്ല. ഹറാമാണ്. കച്ചവടം പൂർത്തിയാക്കാൻ കഴിയില്ലേ, അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. അങ്ങനെ സമ്പ്രദായം ഇല്ലേ? അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. നിങ്ങളെ ദുനിയാവായി ചിരിച്ചു വലിയ ബന്ധമില്ല. ഉണ്ടോ? ഉണ്ട്. ഹറാം ഉണ്ടോ? ഉണ്ട്, ഹറാം. കച്ചവടം പറഞ്ഞവധിക്ക് നടത്താൻ ഒരാൾക്ക് കഴിഞ്ഞില്ല, കഴിയാത്തോണ്ടാ. അല്ലെങ്കിൽ അയാൾക്ക് ഒഴിവാകണേ, അയാൾക്ക് ഒഴിവാകാൻ സ്വാതന്ത്ര്യമുണ്ട്. അഡ്വാൻസ് തുക തിരിച്ചു കൊടുത്തോളണം. തിരിച്ചു കൊടുക്കാത്ത കച്ചവടം നമ്മളുടെ, ആ കച്ചവടം പറ്റൂല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി വലാ യബിഅ ആദ്യം തന്നെ പറഞ്ഞാലും പറ്റൂല. നീ എന്തിന് പകരം ഈ പൈസ എടുത്തേ? 1 ലക്ഷം രൂപ നീ അവരോട് വാങ്ങില്ലേ, എന്തിന് പകരം? നീ എന്താ അങ്ങോട്ട് കൊടുത്തേ? ഹറാമാ, തിരിച്ചു കൊടുത്തോളണം. നീ ആദ്യം ഡിമാൻഡ് ചെയ്താലും നിബന്ധന വെച്ചാലും ആ നിബന്ധന സ്വീകാര്യമല്ല. കേട്ടോളൂ, ഹബീബായ റസൂലുള്ളാഹി വലാ യബിഅ ബഅദുകും, ശരിക്കും കച്ചവടം എന്നുള്ള വിഷയം തന്നെ ഒരു 2 ദിവസം വേണ്ടതാണ്. വലാ യബിഅ ബഅദുകും വലാ ബൈഇ ബഅദ്, ഒരാൾ നടത്തിയ കച്ചവടത്തിന് മുകളിൽ മറ്റൊരാൾ കച്ചവടം നടത്താൻ പാടില്ല. അതും ഹറാമായ സമ്പാദനമാണ്. ഞാൻ ഒരാളായിട്ട് ഒരു സ്ഥലം കച്ചവടം ചെയ്തു. 3ാമത്തെ ഒരാൾ വന്നിട്ട് ആ ഉടമയോട് എന്നിട്ട് പറഞ്ഞു, എന്ത്, അതിനേക്കാളും വലിയ വില ഞാൻ തരാം, ഇന്നെ സ്വീപ്പാക്കി. അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, ആ കച്ചവടത്തിന് ഞാൻ ഇല്ലാന്ന്. ആ എന്താ ചോദിച്ചു, അത് ഉമ്മപ്പ കൊടുക്കണ്ടെന്നാ പറഞ്ഞു. ഞാനില്ല, മറ്റേ പോയി സ്വീപ്പാക്കിയത്. അല്ലെങ്കിൽ ഞാനും വേറെ ആളും കൂടി കച്ചവടം ചെയ്തു. കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്ത്, അതോ ചങ്ങായി 1 ലക്ഷത്തിനടുത്ത് 25,000 കൂടെ ഇല്ല, എന്ത് ലോകം തിരിയില്ലെന്ന് വെച്ചു. അപ്പൊ ഞാൻ ആകെ സ്വീകരിക്കും. എന്നിട്ട് ഞാൻ പിന്നെ ചെന്നിട്ട് കണ്ടു പറഞ്ഞു, എനിക്ക് വേണ്ട. അത് ഞാൻ ഒഴിഞ്ഞു നട്ടപ്പോൾ മറ്റു പോയിട്ട് അത് പിന്നെ 1,05,000 അവനെടുത്തു. കാരണം വേറെ ആൾക്ക് 1,00,000 മറിച്ചു കൊടുക്കാൻ ഞാൻ കരാറാക്കി.
ഇതൊക്കെ ഇതിൽ പെടും. ഇതൊക്കെ ഹറാമാ സമ്പാദനം. റിയൽ എസ്റ്റേറ്റ് നല്ല പോലെ ശ്രദ്ധിച്ചു. റിയൽ എസ്റ്റേറ്റ് നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ചതിയും വഞ്ചനവും ധാരാളം വരാൻ പല സ്ഥലങ്ങളിലും ഇടയുണ്ട്. എല്ലാ കച്ചവടത്തിലും ഉണ്ട്. വളരെ പ്രധാനമായി നടക്കാൻ സാധ്യതയുള്ള കാരണം എങ്ങനെയെങ്കിലും ഒന്ന് മറിഞ്ഞിട്ടെ എന്ന് കരുതിയിട്ട് ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തിരിഞ്ഞിട്ടെ എന്ന് കരുതിയിട്ട് നല്ല പോലെ ശ്രദ്ധിച്ചോളൂ. സ്വർഗത്തിൽ എളുപ്പം കിടക്കാമെന്നൊന്നും ആരും വിചാരിക്കണം. മനുഷ്യനാകെ വേണ്ടതെന്താ? അരിച്ചാൻ വാരന ഭക്ഷണം മരിക്കുന്നത് വരെ നമ്മൾ സമ്പാദിക്കണം. റസൂൽ പറഞ്ഞു നിങ്ങൾ സമ്പാദിക്കണം കണ്ടാൽ തോന്നും നിങ്ങൾ ഇനി ഒരു കാര്യം മരിക്കൂല. ആ കോലത്തിലാണ് മനുഷ്യന്മാരെ സമ്പാദിക്കണം. ശരിയല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂഴ്ത്തിവെപ്പ് അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ചു. പൂഴ്ത്തിവെക്ക സാധനം ഇത് സർവ്വവ്യാപകമായി നടക്കണമല്ലേ. ഇതിൻ്റെ അടുത്ത് തക്കാളിക്ക് വില കൂടി, പമ്പം കൂടെ, വെള്ളുള്ളിക്ക് വില കൂടി, ഉള്ളിക്ക് വില കൂടിയപ്പോൾ പത്രത്തിലായിരുന്നു പൂഴ്ത്തിവെപ്പാണ്. ചില എന്തായാലും പറയില്ലേ, എന്ത് മാഫിയാണ്? ബിസിനസ് മാഫിയ, വെള്ളുള്ളി മാഫിയ, എന്താ പറയണ്ടേ എനിക്കറിയില്ല. ആ മാഫിയകളാണ് ഇതിന്റെ പിന്നിൽ എന്ന് പത്രത്തിലുണ്ടായിരുന്നു. അമിതമായ വില കൂടാൻ കാരണം പൂഴ്ത്തിവെക്ക സാധനം. എന്നിട്ട് കമ്പോളങ്ങളിൽ വില അമിതമായി വർദ്ധിപ്പിക്കുക, എന്നിട്ട് ഈ സാധനം വിൽപ്പന ചെയ്യാം. 40 ദിവസം ഒരാളൊരു സാധനം പൂഴ്ത്തിവെച്ചാൽ 40 ദിവസം ഒരാളൊരു സാധനം പൂഴ്ത്തിവെച്ചാൽ അള്ളാഹു അവനിലുള്ള സംരക്ഷണം, അള്ളാഹു തന്റെ സംരക്ഷണം അങ്ങ് പിൻവലിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പൂഴ്ത്തിവെച്ച ആളുടെ സംരക്ഷണം അള്ളാഹു എടുത്തു കളയും. അള്ളൊരാളുടെ സംരക്ഷണം ഏറ്റെടുത്താലോ ബിസിനസ് പൊട്ടി 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 പാമ്പരാവും. പൂഴ്ത്തിവെപ്പ് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ്, ഹറാമാണ് സമ്പാദനം. അതേപോലെ ചരക്കുകളുടെ ന്യൂനത മറച്ചുവെച്ചുള്ള കച്ചവടം ഹറാമാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് മർറ അലാ സബറതി തആമിൻ. നടന്നു പോവാ. ഒരു ഭക്ഷണ കച്ചവടക്കാരുണ്ട്. സാധനം അങ്ങനെ കച്ചവടം ചെയ്യാം, ഭക്ഷണമാണ് അയാൾ കച്ചവടം ചെയ്യുന്നത്. സബറതി തആമിൻ, ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരത്തിന്റെ അടുത്ത് കൂടെ റസൂൽ നടന്നു പോയി. ഫഅദ്ഖല യദഹു ഫീഹാ, റസൂലുള്ള തന്റെ കൈ അതിന്റെ ഉള്ളിൽ കടത്തി. ഫബലഫ ഫനാലത് അസാബിഹു ബലലാ, അപ്പൊ റസൂലുള്ളാഹിന്റെ കൈയിന്റെ വിരൽ നനഞ്ഞു. ഫഖാല, അപ്പൊ റസൂലുള്ള ഈ കച്ചവടക്കാരൻ ചോദിച്ചു, മാ ഹാദാ യാ സാഹിബത്താ, ചങ്ങായി എന്താന്ന് ചോദിച്ചു. ഇതെന്താന്ന് ചോദിച്ചു. കൈ നനഞ്ഞല്ലോ എന്റെ കാല. അസാബതുഹു സമാഉ, അപ്പൊ ഇയാൾ പറഞ്ഞു, നബി അത് മഴ പെയ്ത് നനഞ്ഞു പോയതാണ്. മഴ പെയ്ത് നനഞ്ഞ അടി എങ്ങനെ നനയ? മോളും നനയണ്ടേ? അസാബതുഹു സമാഉ യാ റസൂലല്ലാഹ്, അത് മഴ പെയ്ത് നനഞ്ഞതാണ്. ഖാല, അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, അലാ ഫലാ ജഅൽതഹു ഫൗഖ തആം, എന്നാ പിന്നെ ആ നനഞ്ഞതൊക്കെ മുകളിലെടുത്ത് ചുഴിയുന്നു. ഹത്താ യറാഹു നാസു, ജനങ്ങൾ കാണാൻ. മൻ ഖശ്ശ ഫലൈസ മിന്നീ, ആര് വഞ്ചിച്ചോ അവൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനൊക്കെ നനഞ്ഞ മുകളിലെടുത്ത് ചുഴിയുന്നു. അങ്ങനെ കണ്ടാലൊന്നും നാരങ്ങ, തോരു ഷാറ് നാരങ്ങ 1 കിലോ നോട്ട് വാങ്ങിപ്പോയതാണ്. വീട്ടിലെത്തിയെടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുതാ. അവിടെ കണ്ടപ്പോ വലുതാ. എന്തേ? അവിടെ വലുതാണ്. മുമ്പിൽ എടുത്ത് മുമ്പിൽ മാന്തിയതൊക്കെ അടിയണം. അതിലൊക്കെ ചെറുതാണ്, ഒക്കെ പെട്ടതാണ്. അപ്പൊ ഈ ഒരു നാരങ്ങ കച്ചവടക്കാരൻ അവനോട് വിദ്വേഷമുള്ളതുകൊണ്ട് പറഞ്ഞാന്ന് തോന്നണ്ടേ? ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, എല്ലാം കൂടി പറയാൻ സമയമില്ലല്ലോ. ഇതും ഹറാമായ സമ്പാദനമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ബർക്കത്തുള്ള കച്ചവടം റസൂലുള്ളാഹി പറയുന്നത് കേട്ടോളൂ. ഏതാ ബർക്കത്തുള്ള കച്ചവടം? അൻ ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഖാല, ഹലാലായ കച്ചവടം കേട്ടോളൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബയ്യാന ബിൽ ഖിയാരി മാ ലം യതഫറഖാ, വാങ്ങിയവനും കൊടുത്തയാളും വിൽപ്പന നടത്തിയാളും വാങ്ങിയാളും അവർക്ക് രണ്ടുപേരും സ്വയം ഇഷ്ടപ്രകാരം ആ കച്ചവടം നടപ്പിൽ വരുത്തുകയോ അല്ലെങ്കിൽ പിരിയുകയോ ചെയ്യാം. മാലം യതഫറഖാ, അവരാ സദസ്സിൽ നിന്ന് പിരിയാത്ത കാലത്തോളം. ഫഇൻ സ്വദ്ദഖാ, അവർ രണ്ടുപേരും കച്ചവടത്തിൽ സത്യം പറഞ്ഞാൽ, വബയ്യനാ, ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ വ്യക്തമാക്കി പറയുകയും ചെയ്താൽ, ഭൂരിക ലഹുമാ ഫീ ബൈനിഹിമാ, അവർ രണ്ടുപേരുടെയും കച്ചവടത്തിൽ
കച്ചവടത്തിൽ അവർക്ക് ബർക്കത്ത് ചെയ്യപ്പെടും. അവർ രണ്ടുപേരും ആ സാധനത്തിന്റെ ന്യൂനതകളൊക്കെ മറച്ചു വച്ചാൽ അവരുടെ കച്ചവടത്തിന്റെ ബർക്കത്ത് അല്ലാഹു ഇല്ലാതെയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സത്യസന്ധമായിട്ട് ഒരു വേദന സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഒരാൾ വെച്ചോ ഈ കോലത്തിലൊക്കെ കച്ചവടം ചെയ്താൽ കട പൂട്ടി പോയിട്ട് ഒരു സാധനം വാടക കൊടുക്കാൻ പോലും ഒക്കൂലാണ്. അതിന്റെ അർത്ഥം കട പറയണ വാടക കൊടുക്കാൻ ഒക്കില്ലെങ്കിൽ കട പൂട്ടിയിട്ട് കൈതൊഴിൽ ചെയ്തു ഹറാമായി കള്ളത്തരം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാന്നാണ്. അല്ലാഹു ഹിദായത്ത് തരട്ടെ. ഈ വിഷയം സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്താം. വിഷയം തീർന്നിട്ടില്ല, ഇനി ഏതെങ്കിലും ബാക്കി പറയാം. അപ്പൊ ഹലാലാവണം സമ്പാദനം, ഹറാമാകരുത്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥതയുടെ അടിത്തറയതാണ്. പിന്നെയോ സമ്പാദിക്കുന്ന പണം മുഴുവൻ തൻ്റെതല്ല. പറയുന്നിടത്ത് നമ്മുടത്ത് അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമ്മുടത്ത് തെറ്റുപറ്റിപ്പോയി. നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവൻ നമ്മുടേതല്ല. പിന്നെയോ അതിന് ഒരുപാട് അവകാശികളുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒന്ന് കേട്ടോളൂ. യാചന പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യാചിക്കുന്ന ചോദിക്കുന്ന ആൾക്ക് ആവശ്യക്കാരന് നമ്മളത് നൽകണം. നമ്മുടേതാണെങ്കിലും ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കണം. ഒരാൾ ചോദിച്ചു വന്ന അയാൾക്ക് നൽകണം. ഇസ്ലാമിന്റെയും അതേപോലെ ദീനിന്റെയും വളർച്ച പോലെയുള്ള നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കണം. പള്ളി മദ്രസക്ക് ചെലവഴിക്കുക, ഇത്തരത്തിലുള്ള ഇൽമിന്റെ സദസ്സിന് വേണ്ടി ചെലവഴിക്കുക, അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഇത് സുന്നത്തായ ദാനധർമ്മമാണ്. സമ്പാദിച്ച സമ്പത്ത് ചെലവഴിക്കണമെന്നും അല്ലാഹു പഠിപ്പിച്ചു. എന്തിനാ ചെലവഴിക്കേണ്ടത്? കേട്ടോളൂ, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുകയാണ്. ഒന്ന്, അവരവൻ നിർവഹിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളിൽ. എന്താ നിർബന്ധമായ കാര്യം? തനിക്ക് താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അവർക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിക്കുക. ഒന്ന്. ഇനി കേട്ടോളൂ, രണ്ട് സുന്നത്തായ ദാനധർമ്മങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധമായ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതേപോലെ പാവങ്ങളായ ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആവശ്യമുള്ള നല്ല കാര്യങ്ങളിലൊക്കെയും ചെലവഴിക്കുക. അതിനൊക്കെ സുന്നത്തായ ദാനധർമ്മമാണ്. മഹത്തായ പ്രതിഫലമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് നമ്മൾ തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളൂ. നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയൊന്നും കൊടുക്കണം, ഞാൻ നിങ്ങൾക്ക് തന്നെ ചെലവഴിച്ചില്ല. നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെന്ന് നമ്മളൊന്നും സ്വന്തം ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ അള്ള തന്ന ബുദ്ധി ആരോഗ്യം കൊണ്ടല്ലേ. അള്ള തന്ന ബുദ്ധി ആരോഗ്യം തൻ്റെ ഇടം കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. അല്ലാഹു ബർക്കത്ത് ചെയ്തു തന്നതാണ്. ഒക്കെ പഠിച്ചോ തന്നെ തന്നെ അതുകൊണ്ട് കൊടുക്കണം. അത് സുന്നത്തായ ദാനത വന്നാൽ നിർബന്ധമായി നൽകേണ്ട ധർമ്മമുണ്ടതാണ്. അസ്സകാത്തു, സകാത്ത് എന്ന അതിനെ പറയുക. അതായത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, വിശാല അതന്നെ 1-2 ദിവസം പറയേണ്ട വിഷയം. സകാത്ത് അതായത് ധനികന്റെ സ്വത്ത് ഒരു പ്രത്യേകമായ വിഹിതമെത്തിയാൽ അതിന്റെ ഇത്ര ശതമാനം പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. പ്രധാനമായി 2.5%. അത് പലതിലുണ്ട്. അത് ആടുമാടൊട്ടകങ്ങൾ, മൃഗങ്ങളിലുണ്ട്, ധാന്യങ്ങളിലുണ്ട്, പഴങ്ങളിലുണ്ട്, അതേപോലെ സ്വർണം വെള്ളിയിലുണ്ട്, കറൻസിയിലുണ്ട്. എല്ലാത്തിലും വ്യത്യസ്ത. എല്ലാം കൂടി പറയാൻ സമയമില്ല, അവസാനിപ്പിക്കാം. കച്ചവടത്തിലുമുണ്ട്. അധിക ഇനത്തിലും അതിന്റെ 2.5% സകാത്ത്. കച്ചവടം, കറൻസി, വെള്ളി, സ്വർണം, ഇവയിലൊക്കെ വെള്ളിയിൽ 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിലാ കൊടുക്കേണ്ടത്. ഇനങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, സമയമില്ല. ഇൻഷാ അല്ലാഹ് ഒരു വിഷയമായി അടുത്തേതെങ്കിലും കാലത്ത് പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതായാലും അങ്ങനെയുള്ള ഇനങ്ങളിലൊക്കെ 2.5% അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാം പറഞ്ഞ ആ അളവോ നമ്മൾ ചെലവഴിക്കേണ്ടതാണ്. ആർക്കിന്നമസ്സദഖാതു ലിൽഫുഖറാഇ വൽമസാകീനി വൽആമിലീന അലൈഹാ വൽമുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ എന്ന് പരിശുദ്ധ ഖുർആൻ എണ്ണി 8 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ സമ്പാദിക്കുകയും
അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്